കൃപാവരങ്ങളുടെ ശുശ്രൂഷയെ ഞാൻ ആദരവോടെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന പച്ച തട്ടിപ്പുകളെ ഞാൻ മുഖം നോക്കാതെ വിമർശിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ആത്മലോകത്തിലെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളിൽ പലതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഭൗതിക നേട്ടങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി നടത്തുന്ന ഒരുതരം ഇലക്ട്രോണിക് ശുശ്രൂഷയാണ് പലയിടത്തും ഉയരുന്നത്. അതിന് നടുവിൽ നിത്യതയുടെ ദർശനം അകത്തു പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ പറയണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. അതെന്റെ തിന്മയ്ക്കല്ല, അതെന്റെ നന്മയ്ക്കായി പരിണമിക്കും. പെന്തക്കോസ്തരായി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട 3-4 പ്രയോഗങ്ങളുണ്ട്. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. ഹലോ, അതില്ലാത്ത ഒരു യോഗം നമുക്കില്ല. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. പോരാട്ടം, ബന്ധനം, അന്ധകാരം, കെട്ട്. പോരിട്ട്, പോരാട്ടമിട്ട്, ബന്ധനമിട്ട്, ബന്ധന ശക്തികളിട്ട്, അന്ധകാരത്തിന്റെ കൂച്ചു വിലങ്ങിട്ട്, പിടിയും വലിയും കോച്ചും കൊളുത്തുമായി നടുവിൽ ചുറ്റലിട്ട് ഇടയ്ക്ക് പിടുത്തമിട്ട് വ്യാപരിക്കുന്ന ദുരാത്മവ്യാപാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്നും വല്ലാത്ത സ്ഥാനമാകട്ടോ, പട്ടുമെത്തയുടെ അവസ്ഥ തന്ന് മാനിച്ചുയർത്തിയവൻ ഞാനല്ലേ മോനെ എന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ വചനം കേട്ട് ആരാധിക്കുന്നതിനേക്കാൾ നമ്മളങ്ങ് ആരാധിച്ചു പോകും. ബന്ധനവും അന്ധകാരവും പോരാട്ടവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ പേരിൽ നടത്തുന്ന വ്യാജ കച്ചവടങ്ങളെ തിരിച്ചറിയുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചനം ഒന്ന് ഉൾക്കൊള്ളണം. അറിയുക, ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ജാതകം ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് ധരിക്കരുത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ് വിധി. വിധി ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമല്ല. വിധിയിൽ നാം വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, വിധി യാഥാർത്ഥ്യമാണെങ്കിൽ അന്തിമ വിധി സാധ്യമല്ല. എന്താ? വിധി സത്യമാണെങ്കിൽ അന്തിമ വിധി നടക്കില്ല. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരം ഭാഗ്യപദവിയായി കാണുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ കണ്ണുകൾ നമുക്ക് കേന്ദ്രീകരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത് വേദഭാഗത്തിലേക്ക്, 31, 32 വേദഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 31, 32 വാക്യങ്ങൾ വായിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ അനാദി നിർണയവും അതിൻ്റെ പിൻപിൽ നാം അഭിമുഖീകരിക്കുന്ന മാനസിക തകർച്ചയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ തലക്കെട്ടൊന്ന് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയവും അതിൻ്റെ പിൻപിൽ മറഞ്ഞിരിക്കുന്ന മാനസിക തകർച്ചയും. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ച് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. അപ്പനുള്ളതിനേക്കാൾ, അമ്മയ്ക്കുള്ളതിനേക്കാൾ, ജീവിതത്തിലെ ഏത് ബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ നാം സേവിക്കുന്ന ദൈവത്തിന് നമുക്കായി ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ ദിവ്യമായ പദ്ധതി അത് ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ മറഞ്ഞു നിൽക്കുന്ന ദൈവിക പദ്ധതിയാണ്. കല്ലറയ്ക്കിപ്പുറത്തുള്ളത് മാത്രമേ നമുക്കറിയൂ. എന്നാൽ കല്ലറയ്ക്കപ്പുറത്തുള്ളതുകൂടെ കല്ലറയ്ക്കിപ്പുറത്തുള്ളപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം.
ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണം എന്ന മൂന്നക്ഷരത്തിനും ഇടയിൽ ജീവിതം എന്ന ഈ മൂന്നക്ഷരം, നിത്യത എന്ന മൂന്നക്ഷരത്തിനായി ഒരുങ്ങാനുള്ള വഴിയാണ് എന്ന് നാം കേൾക്കുന്നുണ്ടെങ്കിലും ഇത് വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികതകളിലാണ്. നമുക്കറിയാത്ത ഒരു കരം നമ്മുടെ ജീവൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കും ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു നരക കവാടത്തിനും ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും തകർക്കാൻ കഴിയാത്തൊരു പദ്ധതി നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എൻ്റെ പുറകിൽ ചലിക്കുന്നത് ലൂസിഫറിൻ്റെ കരമല്ല, എൻ്റെ പുറകിൽ ചലിക്കുന്നത് മഹാദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ പദ്ധതിയാണ്. എൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചക്രത്തിന്മേൽ കളിമണ്ണിൽ കരം വെച്ചിട്ട് കുശവൻ പണിയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ പണി ഇന്ന് പകലും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നത് സത്യമാണ്. എന്നാൽ കളിമൺ പെണ്ടത്തെ കർക്കശത്വത്തോടെ വലിച്ചെറിയാതെ അവൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പദ്ധതി ആ ചക്രത്തിൽ തിരിയുന്ന കളിമണ്ണിൽ വിരിയുവോളം എൻ്റെ ജീവൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഒന്ന് പതിയണം. ഇത് കേവലം ഒരു ഉണർവിൻ്റെ അലയൊലികളിൽ അവസാനിക്കരുത്. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കൊരു ഏകാഗ്രതയില്ലേ, അതുപോലെ തികച്ചും ഏകാഗ്രമായിട്ട് നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ഉണർവുകൾ നിലനിൽക്കണമെങ്കിൽ ഉറയ്ക്കേണ്ടത് അനുഭവങ്ങളിലല്ല, ഉറയ്ക്കേണ്ടത് വചനത്തിൽ മാത്രമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ആത്മീയ ഉണർവുകൾ നിലനിൽക്കണമെങ്കിൽ അത് ഉറയ്ക്കേണ്ടത് അനുഭവങ്ങളിലല്ല, ഉറയ്ക്കേണ്ടത് വചനത്തിലാണ്. എനിക്ക് കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് ഒരു വിഷയത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ എനിക്ക് കിട്ടിയ വെളിപ്പാടിനെ വചനപ്രകാരം വ്യാഖ്യാനിക്കുന്നതായിരിക്കും ബുദ്ധി. ദൈവത്തിന് സ്തോത്രം. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറി യാഗമാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്തു. അങ്ങനെയാണെങ്കിൽ വചനത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട രൂപമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. വചനത്തിൻ്റെ ആളത്വമാണ് നമ്മൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. എന്നാൽ ആ വചനം, ദൈവത്തിന് സ്തോത്രം, ആ വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നുവെങ്കിൽ ആ വചനം അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കട്ടെ, വചനത്തിൻ്റെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന, പ്രകൃതിയിലെ ചിന്തിക്കുന്ന ആളത്വമായി വെളിപ്പെട്ടവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവെങ്കിൽ വചനത്തിൻ്റെ അച്ചടിമഷി പുരണ്ട രൂപമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ജീവന്റെ വചനം. ആ കരങ്ങളിൽ പുസ്തകമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാമോ? ഈ വചനം വചനത്തിൻ്റെ അച്ചടിമഷി പുരണ്ട രൂപമാണ്. അക്രൈസ്തവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പ്രിയപ്പെട്ടവനെ അറിയും. ബാങ്ക് മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തൻ്റെ ഭാര്യയ്ക്ക് ശാരീരികമായി ഒരു അസ്വസ്ഥതയുണ്ടായി. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു, റിപ്പോർട്ട് വന്നു, ക്യാൻസർ രോഗം, അതും 4ാം തലം കഴിഞ്ഞിരിക്കുന്നു. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ആരംഭിച്ചു. എന്തിന്? ആ കുടുംബത്തിൻ്റെ സമനില തെറ്റി. ആ പ്രിയപ്പെട്ടവൻ ഈ സഹോദരിയുടെ കരിവാളിച്ച മുഖഭാവം കാണുമ്പോൾ ആകെ തകർന്നുപോയി. താൻ ബാങ്കിലെത്തുമ്പോൾ ഒപ്പിടേണ്ടാത്ത ഇടത്തെല്ലാം കയറി ഒപ്പിടും, ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടുകയില്ല. ആകപ്പാടെ രംഗം കുഴഞ്ഞു മറിയുകയാണ്. ഈ സമയം ഇദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ, സമചിത്തത തകർന്ന മാനസികാവസ്ഥ കണ്ടുകൊണ്ട് ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന അറ്റൻഡറായ ഒരു രാജു ബ്രദർ പറഞ്ഞു, സാറേ, ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഒരു ദൈവദാസന് ശുശ്രൂഷയ്ക്ക് വരും.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഈ ബാങ്ക് മാനേജർ. പിന്നെ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടുകയില്ല, വൈകിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന മട്ടിൽ പുള്ളി ഭാര്യയും കൊണ്ട് വൈകിട്ട് യോഗത്തിന് പോയി. യോഗത്തിൽ ഏറ്റവും പുറകിലത്തെ ഭാഗത്ത് സാരി തലപ്പൊക്കെ തലയിലൂടെ വലിച്ചിട്ട് ഇതൊന്നും ഇഷ്ടമില്ലെന്നുള്ള മട്ടിൽ ഈ സഹോദരി കുനിഞ്ഞിരിക്കുന്ന സമയം മുൻപിൽ കൂടെ ആത്മനിയോഗത്തോടുകൂടെ കയറിച്ചെന്ന ദൈവദാസൻ ആ തലയിലേക്ക് കൈവച്ച് ഒരു പ്രവചനാലോചന പറഞ്ഞു. നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിനക്കായി പ്രവഹിക്കുന്നു. അവളുടെ ശരീരം വല്ലാതെ ഷിവർ ചെയ്യാൻ തുടങ്ങി. എന്തിന്? ആ പ്രിയപ്പെട്ടവൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. 2025 ഈ ഏപ്രിൽ മാസത്തിൽ ഇന്ന് പകലത്തെ യോഗത്തിൽ ഈ 11:59 നിങ്ങളുടെ കടുങ്കെട്ട് വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരത്തിന് ശക്തിയുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്തിന്? ആ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു. അക്രൈസ്തവ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുടുംബവക കുളവും ആരാധനാ ക്രമീകരണങ്ങളുമുള്ള ഒരു പ്രിയപ്പെട്ടവൻ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കനത്ത പോരാട്ടത്തിന് അഭിമുഖീകരിക്കേണ്ടതിന് വില കൊടുക്കേണ്ടി വന്നു. ഒറ്റപ്പെട്ടു, പോരാട്ടം ഉയർന്നു, പക്ഷെ പിടിച്ചു നിന്നു. അവസാനം ഈ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് കൂടെ ജന്മം കൊടുത്തു. ആ കുഞ്ഞ് പഠിച്ച് LKGയിൽ പഠിക്കുന്ന സമയം ആ കുഞ്ഞിനെ കൊണ്ടുവരുവാനായിട്ട് ഈ അമ്മ വഴിവക്കൽ കാത്തു നിൽക്കുകയാണ്. സ്കൂൾ ബസ് വന്ന് നിർത്തി. ആ കുഞ്ഞ് സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വഴി ക്രോസ് ചെയ്ത് അമ്മയുടെ അടുക്കലേക്ക് ഓടി അടുക്കുമ്പോൾ, വഴി ക്രോസ് ചെയ്യുമ്പോൾ എതിർവശത്തുകൂടെ വന്ന ഒരു അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് ഇലക്ട്രിക് പോസ്റ്റോളം ഉയർന്ന് താഴേക്ക് വീണ ഈ കുഞ്ഞിൻ്റെ ശരീരത്തുകൂടെ ഈ വണ്ടി കയറി ഇറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. നട റോഡിൽ ചെതറിക്കിടക്കുന്ന കബന്ധം ശരീരഭാഗത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് മുട്ടുകുത്തി നിന്ന് ചിതറിയ ശരീരത്തെ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് അവൾ അലമുറയിട്ട് കരഞ്ഞു. എന്തിന്? അടുത്ത ദിവസം പതിവ് പോലെ പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ കഴിഞ്ഞു. കുടുംബാംഗങ്ങൾ പറഞ്ഞു, വെച്ചുപൂജകളിലും കുരിയാലകളിലുമായി കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ചുരുക്കി പറഞ്ഞാൽ അവർ ആരാധനയ്ക്ക് പോകാതെ വന്നു. ഇടയ്ക്കൊരു മന്ത്രവാദിയെ വിളിപ്പിച്ച് ലക്ഷണം വെപ്പിച്ചു നോക്കി. ചുരുക്കി അങ്ങ് പറയട്ടെ, ഇന്നവർ വിശ്വാസത്തിലില്ല. ഞാൻ എന്തിനാണ് ആദ്യം തന്നെ ഈ സംഭവം പറഞ്ഞതെന്നറിയാമോ? ഞാനും നിങ്ങളും വിശ്വാസത്തിലേക്ക് വന്നത് വേദശാസ്ത്രം പഠിച്ചിട്ടല്ല, നാം അനുഭവത്തിലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. എനിക്ക് എൻ്റെ അനുഭവം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം. ഞാൻ ചോദിക്കട്ടെ, സോറ്റീരിയോളജി രക്ഷാ തത്വശാസ്ത്രം പഠിച്ചതിന് ശേഷം വിശ്വാസത്തിൽ വന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നമ്മൾ ആരും തത്വശാസ്ത്രം പഠിച്ചിട്ട് വന്നവരല്ല. നാം ഒക്കെ പ്രതിസന്ധികളുടെ നടുവിൽ അനുഭവം പ്രാപിച്ച് സത്യത്തെ പിൻപറ്റിയവരാണ്. എന്നാൽ ഒരു വസ്തുത നിങ്ങൾ ഓർക്കണം, ഒരിക്കൽ ദൈവത്തിൻ്റെ ദിവ്യ വിടുതലിൻ്റെ ഒരനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നും വിടുതലിൻ്റെ അനുഭവമായിരിക്കയില്ല. പെസഹയും ചോരത്തളിയും എന്ന ഒരത്ഭുതത്തിലൂടെ മരുപ്രയാണത്തിലിറങ്ങിയ ഇസ്രായേൽ ജനത്തെ 40 വർഷം മൊത്തം കാത്തിരുന്നത് ചെങ്കടൽ പിളർന്നതുപോലെയുള്ള അത്ഭുതങ്ങളല്ല, സഹിക്കാൻ കഴിയാത്ത പോരാട്ടങ്ങളാണെങ്കിൽ എന്നെയും നിങ്ങളെയും കാത്തിരിപ്പുണ്ട് സഹിക്കാൻ കഴിയാത്ത പോരാട്ടങ്ങൾ. അന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം.
ആ വേദപുസ്തകം ഒരിക്കൽ കൂടെ കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് പറയാമോ? കർത്താവേ, അനുഭവത്തിൽ ഉറയ്ക്കാതെ വചനത്തിൽ ഉറയ്ക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ദൈവസ്ഥലം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഈ ഹോളിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുന്നു. പൈശാചിക ശക്തികൾ ബന്ധിച്ചൊതുക്കി വച്ചിരിക്കുന്ന സാത്താന്യ വ്യാപാരങ്ങളെ തകർക്കാൻ യേശുവിന്റെ കരം നിങ്ങൾക്കായി ബലത്തോടെ ചലിക്കുന്നു. നിങ്ങളുടെ ദൈവകൃപയെ തകർക്കാൻ, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തെ കെടുത്താൻ, നിങ്ങളുടെ ഉള്ളിലെ മുറിവുകളെ ഭേദമാക്കാതിരിക്കാൻ, നിങ്ങളെ നിരാശയിലേക്ക് വലിച്ചിഴയ്ക്കാൻ, ദൈവാസ്തിക്യത്തെ പോലും സംശയിക്കത്തക്ക വിധം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉഴുതുമറിക്കാൻ വാദിച്ചു നിൽക്കുന്ന സാത്താന്യ ബന്ധനങ്ങളെ തകർത്ത് ഇന്ന് പകൽ ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ വ്യാപാരം നിങ്ങളുടെ ശിരസിന്മേൽ പകർന്ന് ഇന്നത്തെ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് ഒരു പുതിയ കരുത്തോടെ ഇവിടെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ നാഥന്റെ കരം നിങ്ങളുടെ മീതെ ചലിക്കുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് മുൾപ്പറപ്പിന് മീതെ മൂടിയതുപോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ മൂടത്തക്ക വിധം എൻ്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം നിങ്ങളുടെ മീതെ ചലിച്ചിറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ കർത്താവിനോട് പറ, കർത്താവേ, അനുഭവത്തിൽ ഉറയ്ക്കാതെ വചനത്തിൽ ഉറയ്ക്കാൻ എനിക്ക് കൃപ തരണമേ. ഞാനൊരു വേദഭാഗം നിങ്ങളുടെ മുൻപിൽ ഉദ്ധരിക്കുകയാണ്. സങ്കീർത്തനങ്ങളാണ്. എന്നോടൊപ്പം അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് പറയണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അങ്ങനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ ജനിക്കുന്നതിന് മുൻപ്, എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാകുന്നതിന് മുൻപ്, ആഴിയും ഊഴിയും ഈ ഭൂമിയും പ്രകൃതിയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ സാധുവായ ഞാൻ എവിടെ ജനിക്കണം? എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം? എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം? എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം? എൻ്റെ വരുമാന മാർഗം എന്താകണം? എൻ്റെ ജീവിത പങ്കാളി ആരാകണം? എൻ്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും എൻ്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കുമിടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ മണ്ണിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ആത്മനിയോഗത്തോടെ സ്തോത്രത്തോടെ പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ഒരു കരം ഉയർന്നു നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളുടെ പുറകിൽ നിങ്ങൾ അറിയാത്ത ഒരു കരം നിങ്ങൾക്കായി ഉയർന്നു നിൽക്കുന്നു. അത് നിങ്ങൾക്ക് തിന്മയ്ക്കല്ല, അത് നിങ്ങൾക്ക് നന്മയ്ക്കാണ്. ഇന്നത് തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ലെങ്കിലും നാളെ അത് തിരിച്ചറിയത്തക്ക വിധം എൻ്റെ ദൈവം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഇളക്കി മറിക്കും. നിങ്ങളുടെ ജീവന്റെ പുറകിൽ ആ കരം ഉയർന്നു നിൽക്കുന്നു.
ഓ ചിരാതൽ ഘടകനൗദരാധികജകൾ ഘടകനാധികനയാരകൾ ഘടകരാധികനയാരകനക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് പകൽ സമയം ആത്മാവിൽ പറയട്ടെ, അഭിഷേക തൈലം തലയിൽ വീണ ദാവീദിനെ കടിച്ചു കീറാൻ ദൈവത്തിന് സ്തോത്രം. വനാന്തരത്തിൽ ഒരു കരടിയും ഒരു സിംഹവും അവന്റെ ആടിന് നേരെ വന്നതിനെ ആക്രമിക്കാൻ അടുത്തപ്പോൾ അവന് നേരെ വരുമ്പോൾ അവൻ ഓർത്തില്ല ഇത് ഒരു പരിശീലനമാണെന്ന്. കുഞ്ഞെ, ആരും കാണാത്ത രഹസ്യ മേഖലയിൽ നിനക്കെതിരെ വരുന്ന ഈ പോരാട്ടങ്ങൾ അധികം താമസിക്കാതെ എല്ലാവരും കാണുന്ന പരസ്യ മേഖലയിൽ ഏലാ താഴ്വരയിൽ ഉയരാൻ തുടങ്ങുന്ന കനത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നിന്നെ പരിശീലിപ്പിക്കുന്ന ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുകയാണ്. നിന്റെ തലയിൽ കൈവച്ച പരിശുദ്ധാത്മാവ് ഇന്ന് പകലത്തെ ആരാധനയ്ക്കകത്തൊരു ദൂത് വിളിച്ചു പറയുന്നു. നീ അറിയാത്ത പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സായുധ പദ്ധതികളെ സാത്താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുക്കി വിടുന്ന ചില വ്യക്തികൾ നിന്നെ അഭിമുഖീകരിക്കാൻ ഏലാ താഴ്വരയിൽ വെല്ലുവിളിക്കുമ്പോൾ അവനെതിരെ നിർത്താൻ തക്കവണ്ണം നിന്നെ കരുത്തനാക്കണമെങ്കിൽ എൻ്റെ ദൈവം സിംഹത്തെയും കരടിയെയും അറിയിച്ചയച്ച് നിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചേ പറ്റൂ. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ നാളെ നീ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന യുദ്ധത്തിന് നിന്റെ കൈകൾക്ക് ചാരുത പകരാൻ എൻ്റെ ദൈവത്തിന്റെ ബലം ചലിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇന്ന് പകൽ ഞാൻ ഒറ്റപ്പെട്ടവനല്ല, എൻ്റെ ജീവനെ കുറിച്ച് എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണ് നിങ്ങൾ ഇന്ന് പകൽ വായിച്ചു കേട്ടത്. റോമാലേഖനം 8-ാം അധ്യായം 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകം ഒരു മോതിരമാണെങ്കിൽ ഇതിൽ ഏറ്റവും ദീപ്തി തിളങ്ങുന്ന രത്നം പതിച്ച ഭാഗമാണ് റോമാലേഖനമെന്നും അതിൽ ഏറ്റവും മനോഹരമായി തിളങ്ങുന്ന ഭാഗമാണ് 8-ാം അധ്യായമെന്നും ഒരു വേദശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ശിക്ഷാവിധിയില്ല എന്ന പ്രയോഗത്തോടുകൂടി ആരംഭിച്ച് വേർതിരിവില്ല എന്ന പ്രയോഗത്തോടുകൂടി അവസാനിക്കുന്ന ഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവിടെയാണ് തുടക്കം. അവസാനം എന്താ? ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് നാം ഉറച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിലെ 8-ാം അധ്യായം അസാധാരണ രംഗമാണ്. നിത്യതയാണ് ഒരു ഭക്തന്റെ മുൻപിലെ ഏറ്റവും വലുതായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മണ്ണിനേക്കാൾ നിത്യതയാണ് എനിക്ക് വലുത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്ന് നിത്യത എന്ന് പറയാമോ? ശബ്ദമുയർത്തി കരം ഉയർത്തി വാ തുറന്ന് നിത്യത എന്ന് പറയാമോ? ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം. അറിയാവുന്നവരൊന്ന് ചേർന്ന് പഠിക്കട്ടെ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞ് അകന്നു പോയ വിശ്വസ്ത
പുത്തരെ അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. ആമേൻ. ഈ വലിയ ദർശനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നതോർത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, മണ്ണല്ല എൻ്റെ അവസാന ഡെസ്റ്റിനി, എൻ്റെ നിത്യതയാണ് എൻ്റെ ഒടുവിലത്തെ രംഗം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കണ്ടുകൊണ്ട് ആത്മാവിൽ പറയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇതിന് നടുവിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതി വ്യക്തമാക്കിയിട്ട് റോമാലേഖനകാരൻ പറയുകയാണ്, അതുനിമിത്തം നാം എന്ത് പറയണ്ടു? ദൈവം നമുക്കനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ജഡ്ജി എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്കെതിരാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ശ്രദ്ധിച്ചാട്ടെ, ഇത് സംബന്ധിച്ച്, ഏതു സംബന്ധിച്ച്? ഇവിടെ അവിടെയാണ് പ്രസക്തി. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ഏത് സംബന്ധിച്ച്? അവിടെയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങൾ പ്രസക്തമായിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വേദഭാഗം എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആ കരങ്ങളൊന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി പറ, എൻ്റെ ദൈവം എനിക്ക് അനുകൂലം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ഈ വാക്യം ശരിയാണോ? ഈ വാക്യം ശരിയാണോ? ഒരിക്കൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു ബൈബിൾ കോളേജിൽ ഒരു കർത്തൃദാസൻ റോമാലേഖനം 8-ാം അധ്യായം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സാറേ, ആ വാക്യം ശരിയാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ സാറേ? അപ്പോൾ ആക്സിഡന്റും ക്യാൻസറും മാരക രോഗങ്ങളും എല്ലാം നന്മയ്ക്കാണോ? അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? കുഞ്ഞേ, ഈ തീരത്ത് നിന്ന് നാം നോക്കുമ്പോൾ തിന്മയായി തോന്നിയാലും ഒരു ദിവസം നിത്യതയുടെ തീരം അണഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ തിന്മയുടെ പുറകിൽ ഒരു നന്മ ചലിച്ചിരുന്നു എന്ന്. ഇന്ന് രാത്രി ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് പറഞ്ഞ ഈ ദൈവദാസൻ അന്ന് ഉച്ച കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ നിന്നും ഭാര്യാസമേതം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ യാത്രയിൽ കാറ് ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അദ്ദേഹം തൽക്ഷണം ബലഹീനനായി വാരിയെല്ലുകൾ തകർന്ന് തൻ്റെ ഭാര്യ അപ്പോൾ തന്നെ ആക്സിഡൻറ്റിൽ മരിച്ച് അദ്ദേഹത്തെ ICU വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. സുബോധം തിരിച്ചു വന്ന സമയം അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് എനിക്കെൻ്റെ വേദവിദ്യാർത്ഥികളെ കാണണം എന്നുള്ളതാണ്. ഇന്റേണൽ ബ്ലീഡിങ് വർദ്ധിക്കുന്നത് കൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആ സാഹചര്യത്തിൽ അവസാനമായി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയേണ്ട സമയം തൻ്റെ വേദവിദ്യാർത്ഥികൾ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പോൾ അതിലെ ക്ലാസ് റൂം ലീഡറിനോട് ചെവി ചുണ്ടോടടുപ്പിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വാക്യം ഇപ്പോഴും ശരിയാണ് എന്ന് മാത്രമല്ല, എൻ്റെ ശവകുടീരത്തിൻ്റെ തലയ്ക്കലെ കല്ലിൽ ആ വാക്യം കുറിച്ചു വെക്കണം. ഇനി നമുക്ക് നിത്യ
നിത്യതയെ വെച്ച് കാണാം. ഇന്ന് പകൽ ഇവിടെ വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ചെറിയൊരു അസ്വസ്ഥത വരുമ്പോഴേ നെഞ്ചു തിരുമ്മി ദൈവവചനത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുന്നവരുടെ നടുവിൽ നിത്യതയെ വലുതായി കാണുന്ന ഒരു ദൈവപൈതലിന് അങ്ങനെ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിച്ച് പോകാൻ പറ്റില്ല. പലർക്കും ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ മൗനമായി മാത്രം ഇതിനോട് പ്രതികരിക്കാൻ കഴിയുമ്പോൾ നിത്യതയുടെ ദർശനം അകക്കണ്ണുകളിൽ ഉറച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ആത്മാവിൽ തങ്ങളെ തന്നെ കണ്ടിട്ട് പറയണം, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ മോശ ഉടലോടെ എടുക്കപ്പെട്ട് യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്ന രംഗം പത്രോസും യാക്കോബും യോഹന്നാനും നേരിട്ട് കണ്ടത് മറുരൂപമലയിൽ സത്യമാണെങ്കിൽ അടുത്ത 2 സഹസ്രാബ്ദങ്ങളല്ല, അവിടുത്തെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ രക്ഷകന്റെ സന്നിധിയിൽ തേജസ്സിൽ തൻ്റെ പുത്രന്റെ മണവാട്ടി പദം അലങ്കരിച്ച്, ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ഇവിടെ ഇരുന്ന് ഇത് പകൽ ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് കാണണം, ചുക്കി ചുളുങ്ങിയ ശരീരത്തിന്റെ ബലഹീനതയോടെ അല്ല, 33.5 തിരുവയസ്സിൽ കല്ലറയെ ഭേദിച്ചുയർത്ത യേശുവിന്റെ മഹത്വ ശരീരത്തിന്റെ പ്രഭയിൽ ഞാൻ നിത്യത പങ്കുവെക്കുന്ന ദിവസങ്ങൾ വരുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിലയിൽ സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ ഉൾക്കണ്ണ് പ്രകാശിക്കണം, ശബ്ദം ഉയർത്തി പറയണം, ഇന്ന് കാണുന്നത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഇതിനകത്തൊരു നന്മ കരുതി വച്ചിട്ടുണ്ട്. ശബ്ദമുയരുമോ? ശബ്ദമുയരുമോ? എത്ര ദൈവമക്കളുടെ ഉള്ളിൽ സ്തോത്രത്തിന്റെ ശബ്ദമുയരും? എത്ര ദൈവമക്കളുടെ ഉള്ളിൽ സ്തോത്രത്തിന്റെ ശബ്ദമുയരും? നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദർശനത്തിനെതിരെ, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പാതാള ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശിരസിൽ കൈവച്ച് ഒരാത്മനിയോഗത്തിന്റെ ആലോചന പങ്കുവയ്ക്കുന്നു. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ വ്യാപാരം വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ നിന്റെ ശിരസിന് മീതെ പകർന്നൊഴുകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ആലോചന പങ്കുവയ്ക്കുന്നു. നീ അഭിമുഖീകരിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിന്റെ പിൻപിൽ ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെ. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രവചനാലോചന അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. കൃപാവരങ്ങളുടെ ശുശ്രൂഷയെ ഞാൻ ആദരവോടെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന പച്ച തട്ടിപ്പുകളെ ഞാൻ മുഖം നോക്കാതെ വിമർശിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ആത്മലോകത്തിലെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളിൽ പലതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഭൗതിക നേട്ടങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി നടത്തുന്ന ഒരുതരം ഇലക്ട്രോണിക് ശുശ്രൂഷയാണ് പലയിടത്തും ഉയരുന്നത്. അതിന് നടുവിൽ നിത്യതയുടെ ദർശനം അകത്തു പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ പറയണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. അതെന്റെ തിന്മയ്ക്കല്ല, അതെന്റെ നന്മയ്ക്കായി പരിണമിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓർക്കുക, എൻ്റെ അതിര് എവിടെ വരെ നീക്കിക്കൊടുക്കണമെന്ന് എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, 33 കോടി ദേവി ദേവന്മാരോ ഭൂതപ്രേതാദികളോ കാളിക്കൂളി കാട്ടുപിശാചുക്കളിലും വെച്ചുപൂജകളിലും കുരിയാലകളിലും സകലവും വ്യാപരിക്കുന്ന ദുരാത്മാക്കളോ ഒരുമിച്ച് ഇളകി വന്നാലും കൃപയിൽ നിൽക്കുന്ന എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. ഇന്ന് തിന്മയാണെന്ന് തോന്നിയാലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എന്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. കാരണം പറയാം, ശ്രദ്ധിക്കണേ. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും.
പെന്തക്കോസ്തരായ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട 3-4 പ്രയോഗങ്ങളുണ്ട്. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. ഹലോ, അതില്ലാത്ത ഒരു യോഗം നമുക്കില്ല. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. പോരാട്ടം, ബന്ധനം, അന്ധകാരം, കെട്ട്. പോരിട്ട്, പോരാട്ടമിട്ട്, ബന്ധനമിട്ട്, ബന്ധന ശക്തികളിട്ട്, അന്ധകാരത്തിൻ്റെ കൂച്ചു വിലങ്ങിട്ട്, പിടിയും വലിയും കോച്ചും കൊളുത്തുമായി നടുവിൽ ചുറ്റലിട്ട്, ഇടയ്ക്ക് പിടുത്തമിട്ട് വ്യാപരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്നും വല്ലാത്ത സ്ഥാനമാകട്ടോ, പട്ടുമെത്തയുടെ അവസ്ഥ തന്ന് മാനിച്ചുയർത്തിയവൻ ഞാനല്ലേ മോനെ എന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ വചനം കേട്ട് ആരാധിക്കുന്നതിനേക്കാൾ നമ്മളങ്ങ് ആരാധിച്ചു പോകും. ബന്ധനവും അന്ധകാരവും പോരാട്ടവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ പേരിൽ നടത്തുന്ന വ്യാജ കച്ചവടങ്ങളെ തിരിച്ചറിയുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചനം ഒന്ന് ഉൾക്കൊള്ളണം. പണ്ട് കരപ്പൻ എന്ന ഒരു രോഗാവസ്ഥയുടെ കാലമുണ്ടായിരുന്നു, ഇന്നതില്ല. അന്ന് കഷായം കുടിച്ചിട്ടുള്ളവരെങ്കിലും ചെറുപ്പത്തിൽ കഷായം കുടിച്ചിട്ടുള്ളവരെ കാണുമല്ലോ. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഈ മുട്ടിനടിയിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ നനകല്ലയിലോട്ട് കയറ്റി നിർത്തിയിട്ട് കൊടിത്തണ്ട് പറിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ മനസ്സിലാകും അടുത്ത ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ടെന്ന്. സർവ്വലോകവും കാണും അവിടെ നിന്ന്. എന്തായാലും തേച്ച് കഴുകി ഒടുവിൽ ഇതിൻ്റെ മുകളിൽ കോഴിത്തൂവല് കൊണ്ട് ഒരുതരം മഷി പോലെയുള്ള മരുന്നൊക്കെ പുരട്ടി അപ്പൻ അതേ കാലിൻ്റെ ഇടയിലോട്ട് പിടിച്ചു നിർത്തി കൈ രണ്ടും കൂടെ പുറകിലോട്ടൊന്ന് പിടിച്ച് കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം, കറുത്ത അസ്ഥി വരെ കഴിക്കുന്ന സാധനം വായിലോട്ട് ഒഴിച്ചു തരുന്ന സമയം എന്നെ അലറാന്നറിയാമോ? സ്തോത്രം. എന്താ കാര്യം? ഈ ഭഗീരഥ പ്രയത്നമൊക്കെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇവിത്തെ 2 തോടം അകത്ത് കയറിയാൽ ഈ കരപ്പൻ പുറത്താകും എന്ന ഉറപ്പിലാണ്. ഇന്ന് പകൽ കൂടുതലൊന്നും കയറിയില്ലെങ്കിലും ഈ നിത്യതയുടെ ദർശനം ഒരു തോടം ഒന്ന് അകത്ത് കയറിയാൽ ഇരിക്കുന്ന ഇരിപ്പിൽ കാഴ്ചപ്പാട് മാറുമെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവിന്ന് പകൽ നിങ്ങളിൽ ചിലരോട് വ്യക്തിപരമായി ദൂത് പറയുന്നു. 5 കൂട്ടം കാര്യം നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ കൂടപ്പിറപ്പെ ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ. അവൻ മുന്നറിഞ്ഞവരെ, എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി എന്ന് പറയാമോ? മുന്നറിഞ്ഞു. ഓ, അത്രയും പോരെന്നേ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒന്ന് ശബ്ദം ഉയർത്തി പറയണം. മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചും. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചും. ഒന്നുകൂടെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അങ്ങനെയാണെങ്കിൽ 5 പ്രയോഗങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാൻ തുടങ്ങുകയാണ്. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം. ഒന്നുകൂടെ മാറ്റമില്ലാത്ത 5 പ്രമേയങ്ങൾ എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചെവി തുറന്ന് കേൾക്കണം. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഉറക്കം വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ദൈവത്തിന് ആരാണ്ടൊക്കെ കൈപൊക്കി. ശ്രദ്ധിക്കണേ. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റൊരുത്തൻ്റെ കാര്യമല്ല. ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ രാജു മേത്രയായ എൻ്റെ കാര്യം, ഇരിക്കുന്ന സാധുവായ ദൈവവൈതല്യം നിന്റെ കാര്യമാണ്. നിന്നെ കുറിച്ച് 5 കൂട്ടം കാര്യങ്ങൾ നീ ജനിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്ത് ശേഷമാണ് എൻ്റെ ദൈവം നിന്നെ കുറിച്ചത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ മണ്ണിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു മഹത്തായ പദ്ധതി എൻ്റെ ദൈവം എന്നെ കുറിച്ച് കരുതി വച്ചിരിക്കുന്നു. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം.
ദൈവത്തിന് സ്തോത്രം. എന്താണ് മുന്നറിവ്? അത് എവിടെ തുടങ്ങി? എന്താണ് തേജസ്കരണം? അത് എവിടെ അവസാനിക്കും? ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണ് മുന്നറിവ്? അത് എവിടെ തുടങ്ങി? എന്താണ് തേജസ്കരണം? അത് എവിടെ അവസാനിക്കും? പറയാം. മുന്നറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വീട്ടിലെ മുറിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിലൂടെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂടെ എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അത് ബുക്ക് ചെയ്തത് മാസങ്ങൾക്ക് പുറകിലാണെങ്കിലും ആ ഡേറ്റിൽ, ആ സമയത്ത് നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ ആ ട്രെയിനിലെ ആ കമ്പാർട്ട്മെന്റിലെ ആ സീറ്റ് അവിടെ മുതൽ ഡൽഹി വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ ദൈവം ആഴിയും ഊഴിയും തരിയും താരങ്ങളും ഈ പ്രപഞ്ചവും ഉണ്ടാകുന്നതിന് മുൻപ് തൻ്റെ പുത്രന്റെ തിരുരക്തത്തിനകത്തുകൂടെ എറണാകുളത്ത് ഫേസ് സിറ്റി ചർച്ചിൽ ആരാധിക്കുന്ന നിന്റെ ജീവിതം മുഴുവൻ ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ ദൈവം ഞാൻ ആക്സിഡന്റായി വന്നവനല്ല. ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങളിൽ ആരാധന ഉയരണം. കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു വെള്ളപ്പൊക്കത്തിന് ഒഴുകി വഴിവക്കിൽ വേരുറച്ചവനല്ല ഞാൻ. ഓ ദൈവത്തിന് മഹത്വം. ഒരു കാക്കച്ചുണ്ടിൽ നിന്നും വന്യമായി വീണ് ഗവൺമെന്റ് ഭൂമിയിൽ വേരുറച്ചതല്ല ഞാൻ. എൻ്റെ ദൈവത്തിന്റെ അനാദി നിർണയ പ്രകാരം എന്നെ കണ്ട തിരഞ്ഞെടുപ്പോർത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ലോകസ്ഥാപനം മുൻ പെന്നെയും. ശബ്ദം ഉയർത്തി, ലോകസ്ഥാപനം മുൻ പെന്നെയും ലോകത്തിൽ വന്നു തൻ ജീവൻ. അങ്ങനെയാണെങ്കിൽ അനാദി നിർണയം എവിടെ തുടങ്ങി? എൻ്റെ ദൈവത്തിന്റെ പുരാതന കാല നിത്യതയിൽ തുടങ്ങി. സ്തോത്രം. ശ്രദ്ധിക്കണേ. 5 കൂട്ടം കാര്യം. നിങ്ങൾ ഈ 5 വിരലും ഒന്ന് മടക്കി പിടിച്ചാൽ നിങ്ങളുടെ അകത്തോട്ട് ഒന്ന് കയറാനാ, നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറാൻ 5 വിരലും. ഓരോ വാക്ക് പറയുമ്പം നിങ്ങളുടെ ഓരോ വിരലും ഉയർത്തണം, നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറയ്ക്കാൻ. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഒന്നുകൂടെ. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ചോദിക്കുന്നു കൂടെ പറപ്പേ, ഇതിനകത്ത് എത്ര കൂട്ടം കാര്യം നിനക്കറിയാം? സ്തോത്രം. എനിക്ക് എൻ്റെ വിളിയെ കുറിച്ചറിയാം. പ്രതിസന്ധിക്ക് നടുവിൽ ഞാൻ മുട്ടുമടക്കി കരഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന്റെ കരം ഇറങ്ങി വന്ന് അസാധാരണ ബലം എൻ്റെ മനസ്സിൽ പകർന്നത് എൻ്റെ മേൽ വെളിപ്പെട്ട വിളിയുടെ ഭാഗമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. എന്റെ നീതീകരണത്തെ കുറിച്ച് എനിക്കറിയാം. അപമാന പാപഭാരത്താൽ വലഞ്ഞ എൻ്റെ ഉള്ളിൽ കാൽവറിയിലെ ചുടുനിണത്താൽ പകർന്ന നീതീകരണത്താൽ അഭൗമമായ ആശ്വാസം എൻ്റെ അകത്തലയടിച്ച രംഗം ഓർക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആ നീതീകരണം സംഭവിച്ചു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, മുന്നറിവ് അറിയാമോ? മുൻ നിർണയം അറിയാമോ? തേജസ്കരണം അറിയാമോ? ഇല്ല. 3 കൂട്ടം കാര്യങ്ങൾ എനിക്കറിയില്ല, 2 കൂട്ടം കാര്യങ്ങളെ എനിക്കറിയൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാമത്തെ എന്താ? മുന്നറിവ്. മുന്നറിവ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്താ മുന്നറിവ്? മുന്നറിവ് എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയുക. നേരത്തെ അറിയുക. ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ജാതകം ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് ധരിക്കരുത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ് വിധി. വിധി ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമല്ല. വിധിയിൽ നാം വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, വിധി യാഥാർത്ഥ്യമാണെങ്കിൽ അന്തിമ വിധി സാധ്യമല്ല. എന്താ? വിധി സത്യമാണെങ്കിൽ അന്തിമ വിധി നടക്കില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ വാക്യങ്ങൾ അന്തിമ വിധിയെ കുറിച്ചുണ്ട്. ആ അന്തിമ വിധി നടക്കണമെങ്കിൽ വിധി സത്യമല്ലാതാകണം. ഞാൻ പറയാം ഒരു ഉദാഹരണത്തിലൂടെ. ദൈവത്തിന്റെ കോടതി കൂടിയിരിക്കുന്നു, മനുഷ്യകുലത്തിന്റെ അന്തിമ വിധി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെ, ഫൂലാൻ ദേവി ദൈവത്തിന്റെ കൽപ്പന മുഴങ്ങുന്നു. കയറി വരുന്നു ഫൂലാൻ ദേവി അന്തിമ വിധിക്ക് മുൻപിലേക്ക്. ദൈവം ചോദിക്കുന്നു, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി, അനേകരുടെ ചോര ചൊരിഞ്ഞവൾ,
കൊലപാതകി നരകത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ദൈവം തള്ളിവിടുകയാണെന്നിരിക്കട്ടെ. ദൈവത്തോട് ഫൂലാൻ ദേവി നരകത്തിയിലേക്ക് പോകുന്നതിന് മുൻപ് തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിക്കുന്നു എന്നിരിക്കട്ടെ. ദൈവം പൊക്കോളാം, ഉദാഹരണമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം അങ്ങയോടൊന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് ഞാൻ എവിടെ ജനിക്കണമെന്നും ഒടുവിൽ ഞാൻ ചെറുപ്രായത്തിൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെടണമെന്നും അതിന് ചോര കൊണ്ട് ചോരയ്ക്ക് കണക്ക് തീർക്കാൻ ആയുധമെടുക്കണമെന്നും ഒടുവിൽ ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകണമെന്നും അവസാനം മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ അംഗമായി ഒരു കാറിൽ കയറുമ്പോൾ വെടിയേറ്റ് നിലത്ത് വീഴണമെന്നും എൻ്റെ തലയിൽ വരച്ചു വെച്ചിട്ട് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച അങ്ങാണ് എൻ്റെ ഈ നരകത്തിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായടയും. ഇവിടെ വരുമ്പോഴാണ് യൂദയെ ഒറ്റിക്കൊടുക്കാൻ ദൈവം മുൻനിർണയിച്ചിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. യൂദ എന്നൊരാൾ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി മാത്രം റോബോട്ടിനെ പോലെ ഡിസൈൻ ചെയ്യപ്പെട്ടതാണെങ്കിൽ ആ ഒറ്റിക്കൊടുപ്പിന്റെ ഉത്തരവാദിത്തം ദൈവത്തിനാണ്, യൂദയ്ക്കല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയവും മുന്നറിവും? പറയാം. ദൈവത്തിന്റെ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സർവജ്ഞാനം എന്ന് തിരിച്ചറിയണം. തെളിയിക്കാം. എന്താണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സർവജ്ഞാനം? ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ സ്റ്റേജിൽ മൈക്രോഫോൺ കയ്യിലെടുത്തിരിക്കുന്ന എനിക്ക് ആദരണീയനായ ദൈവവൃത്യൻ തന്നിരിക്കുന്ന അനുവദിച്ച സമയമുണ്ട്. ആ സമയം ഈ പ്രസംഗം അവസാനിപ്പിക്കുക എന്ന് എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ പ്രസംഗം 1:30 അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ അതിന് മുൻപേ അവസാനിപ്പിക്കാനും നിർത്താനും എനിക്ക് എൻ്റെ നിലയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ 1 മണിക്ക് അവസാനിപ്പിക്കുകയോ 12:45 അവസാനിപ്പിക്കുകയോ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. 1:30 വരെ തുടരാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എനിക്ക് 1 മണിക്കോ 12:45 അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഞാൻ അതിന് തയ്യാറെടുക്കുന്നു എന്ന കാര്യം എൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപേ അറിയുന്ന മഹാജ്ഞാനിയാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ എൻ്റെ ദൈവം തന്റെ സർവജ്ഞാനത്താൽ അറിയുന്നു. അതുകൊണ്ട് തന്നെ വിറ്റ പണം പോക്കറ്റിലിട്ട് കള്ളയുമ്മ കൊടുക്കുമ്പോഴല്ല യൂദയുടെ ഒറ്റിക്കൊടുപ്പ് ദൈവം അറിഞ്ഞത്. ആവർത്തിച്ചു മുന്നറിയിപ്പ് കൊടുത്തു, വരാൻ തുടങ്ങുന്നത് അപകടമാണെന്ന്. യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം മുൻ നിർണയിച്ചിട്ടില്ല. എന്നാൽ യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും നിന്റെ മേൽ ദൈവകൃപ വ്യാപരിപ്പിച്ച് അസാധാരണ ദൈവാഭിഷേകത്തോടെ ഒരു ദിവസം നിത്യതയുടെ തീരത്ത് കളങ്കമില്ലാത്തവനാക്കി നിന്നെ നിർത്തേണ്ടതിന് എൻ്റെ ദൈവത്തിന്റെ മുൻനിർണയം എൻ്റെ ജീവന്റെ പുറകിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ വലുതാണെങ്കിലും എൻ്റെ ദൈവം ആ പോരാട്ടങ്ങളെ തിന്മയ്ക്കായിട്ടല്ല, അതിനകത്തൂടെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരമാണ് ചലിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിഞ്ഞിട്ട് പറയണം, ഇതിനകത്ത് എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. വാക്യത്തിനകത്തെ ഒരു പിശക് മനസ്സിലാക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ് ഈ പുസ്തകം പറയുന്നില്ല. ശ്രദ്ധിക്കണേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന് ഈ പുസ്തകം പറയുന്നില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നേ ഈ പുസ്തകം പറയുന്നുള്ളെങ്കിൽ അതെല്ലാം തിന്മ തന്നെയാണ്. പൊട്ടക്കുഴിയും പുത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന്റെ തുണിത്തുണ്ടുയർത്തിയ ദുരാരോപണങ്ങളും ഒക്കെ തിന്മ തന്നെയാണ്.
തിന്മയാണ്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ആ തിന്മയുടെ പുറകിൽ ചലിച്ചു കഴിയുമ്പോൾ ആ തിന്മയെ അവസാനം നന്മയാക്കി രാജാസനത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ജോസേഫിന്റെ പുറകിൽ ഉയർന്നതുപോലെ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന കൂട്ടുകെട്ടുകളും നിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന പദ്ധതികളും ഒക്കെ തിന്മയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ പറയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു കരം ഞാൻ ആത്മാവിൽ കാണുന്നു. ഇതെന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ തിന്മയാകില്ല, എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളോട് പരിശുദ്ധാത്മ പറയുന്നു, ഇത് നീ അനുഭവിക്കുന്നത് ഇത് നിന്റെ തകർച്ചയ്ക്കല്ല, എൻ്റെ ദൈവത്തിന്റെ കരം ഇതിനകത്തൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു അനുഗ്രഹീതനായ കർത്തൃദാസന്റെ വാസസ്ഥലവും അദ്ദേഹത്തിന്റെ ക്രമീകരണങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോൾ ഗൈഡ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഷൂസ് ഒക്കെ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഗൈഡ് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്നേ കാലത്ത് ഇദ്ദേഹം ഷൂസ് ഇട്ട് കുതിരപ്പുറത്താണ് യോഗത്തിന് പോയിക്കൊണ്ടിരുന്നത്. യോഗത്തിന് കുതിരപ്പുറത്ത് പോകുന്ന സമയം കുതിരപ്പുറത്തിരുന്ന് വായന തുടരാറുണ്ടായിരുന്നു. അന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, താൻ യോഗത്തിന് പോവുകയാണ്. യോഗത്തിന് പോകുമ്പോൾ സോക്സ് ഉണങ്ങാൻ അവസരം ഉണ്ടാകാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കയറ്റിയിട്ടപ്പം സോക്സിനകത്ത് വല്ലാത്ത ഉറുമ്പുകടി തുടങ്ങി. ഉറുമ്പുകടി കൊണ്ട് ഈ കുതിരയുടെ പുറത്ത് കവിണ് കടന്ന് സ്തോത്രം കടിഞ്ഞാണ് പിടിച്ച് വിരള് സോക്സിനകത്തോട്ട് ഇറക്കി ഉറുമ്പിനെ ഞെരടിയാ പുള്ളി യോഗത്തിന് പോയത്. അന്ന് രാത്രിയിൽ പ്രസംഗിച്ച പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുകള്ളനും സംഘവും രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട കാട്ടുകള്ളനും സംഘത്തിനും സാക്ഷ്യത്തിന് അവസരം കൊടുത്തപ്പോൾ സാക്ഷ്യം പറയാണ്, ഞങ്ങൾ ഇദ്ദേഹത്തിന് പ്രസംഗം കേട്ടല്ല രക്ഷിക്കപ്പെട്ടത്, കഴിഞ്ഞ 2-3 ദിവസമായി ഇദ്ദേഹത്തെ കൊല്ലാൻ പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ കാട്ടുവഴിയിൽ കമ്പി വലിച്ചു കെട്ടി ഇയാളുടെ കുതിര വഴിയിൽ ഞങ്ങൾ കാവൽ നിൽക്കുന്ന സമയം, കുതിര നേരെ കമ്പിയോട് അടുക്കുന്ന സമയം ഇയാൾ തല കുനിച്ചു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കമ്പി മറ്റൊരിടത്ത് കൊണ്ട് കെട്ടി, അവിടെയും ഇയാൾ തല കുനിച്ചു. 3-4 വട്ടം ആവർത്തിച്ചപ്പോൾ അവിടെയെല്ലാം തല കുനിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കൊല്ലാൻ കമ്പി വലിച്ചു കെട്ടിയ ഇടത്ത് ഇയാളെ തല കുനിപ്പിക്കുന്ന ഒരു ശക്തി ഇയാളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവശക്തി തന്നെയാണ്. ഈ കർത്തൃദാസനോട് ചോദിക്കണം, പുള്ളി ഉറുമ്പിനെ ഞെരിടാൻ കുനിഞ്ഞതാ. ഇന്ന് പകൽ ഒരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പോരാട്ടങ്ങൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെങ്കിലും നിത്യതയുടെ തീരമണയുമ്പോൾ ഈ പരിണമിപ്പിക്കൽ പ്രക്രിയ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ പരിണമിപ്പിക്കൽ പ്രക്രിയ നിങ്ങളുടെ കൺമുൻപിൽ തെളിയുന്ന ദിവസങ്ങൾ വരുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇന്ന് കടന്നു പോകുന്ന കുടുംബത്തിനകത്തെ കടുങ്കട്ട് വീണ വിഷയം എൻ്റെ ദൈവം ഇന്ന് പകൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിണമിപ്പിക്കൽ പ്രക്രിയയിലൂടെ കടത്തിവിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ വചനം ഉറപ്പിച്ചു പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മുൻ നിർണയം ഇവിടെ തുടങ്ങി. ഞാൻ വാക്യം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മ വരും. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ. അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കൂടപ്പുറപ്പേ? ലോകസ്ഥാപനത്തിന് മുൻപെന്ന് പറഞ്ഞാൽ ആഴിയില്ല, ഊഴിയില്ല, തരിയില്ല, താരങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല, നാം കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമിയില്ല, ഈ കാണുന്ന പ്രപഞ്ചമില്ല. പുരാതനകാല നിത്യതയിൽ സർവശക്തനായ മഹാദൈവത്തോടൊപ്പം അതിന്റെ സമ്പൂർണതയിൽ വിരാജിച്ചരുളുന്ന ആ പൂർവകാല നിത്യതയിൽ സകല ശൂന്യതകൾക്കും നടുവിൽ തൃത്വം മാത്രമുണ്ടായിരുന്നപ്പോൾ സാധുവായ നിന്നെ പുത്തനാം യെരൂശലേമിന്റെ തങ്കത്തളത്തിൽ എത്തിക്കാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയെ രൂപപ്പെടുത്തിയതെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് നിന്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത എൻ്റെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഓർത്തിട്ട് വിളിച്ചു പറയണം, അനാദി നിർണയത്താൽ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം.
മഹാകവി കെ വി സൈമൺ സാർ എഴുതുന്നത് പോലെ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതിയില്ലാതുള്ള യുഗം മുൻപ് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെങ്കിൽ ഈ പകൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്നും ഇന്ന് പകൽ എന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില വ്യക്തികളുടെ ശിരസിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് യോഗത്തിനകത്ത് പ്രവചന ദൂത് പങ്കുവയ്ക്കുന്നു. നീ കടന്നു പോകുന്ന പരിശോധന അതിൽ തന്നെ നിന്നെ തകർക്കാനുള്ള ഉപാധിയല്ല. എൻ്റെ ദൈവത്തിന്റെ അദൃശ്യമായ ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ഇന്ന് പകൽ ഉയർന്നു നിൽക്കുന്നു. അതിനകത്തൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ നീ തിരിച്ചറിയും, ഇതിന്റെ പുറകിൽ ചലിച്ചത് മനുഷ്യന്റെ കരമല്ല, എൻ്റെ ദൈവം. ആ പരിശോധനയ്ക്കകത്ത് ആ രംഗം പരിണമിപ്പിക്കുന്ന ദിവസങ്ങളാകാൻ തുടങ്ങുന്നു. അസാധാരണമായ ദൈവിക ഇടപെടൽ, അസാധാരണമായ ദൈവിക ഇടപെടൽ 2025 ഏപ്രിൽ മാസത്തിൽ ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന നിന്റെ കുടുംബത്തിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചെയ്യാൻ തുടങ്ങുന്നു. മനസ്സ് തകർന്ന് രാത്രിയുടെ ഏകാന്തതകളിൽ തലവണ പൊത്തി കരയുന്ന നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ ഇന്ന് പകൽ ആരാധനയ്ക്ക് നടുവിൽ കർത്താവ് ഏറ്റെടുത്തിട്ട് ഒരു അസാധാരണ ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിന്റെ മനസ്സിനെ തളർത്തി അത് ഡിപ്രഷനിലേക്ക് പോലും കൊണ്ടുചെന്ന് ഏകാന്തതകളുടെ ഉറക്കം വിട്ടുണർന്ന് രാത്രിയുടെ യാമങ്ങൾ പകലുകൾ പോലെ ജീവിതത്തിന്റെ നിരാശകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നെ അമർത്തിക്കളയാൻ വാദിക്കുന്ന മാനസിക ബലഹീനതകളെ ഇന്ന് പകൽ കർത്താവിന്റെ തേജസ്സിന്റെ കരം തേജസ്സോടെ ഉയർങ്ങി വന്ന് ഇന്ന് പകൽ നിന്റെ ശരീരത്തെ തൊടുകയാണ്. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ കഴിയാത്തത്, അഡ്വക്കേറ്റിന് ചെയ്യാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അവിടുത്തെ കരം ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ട് സ്തോത്രത്തോടെ വിളിച്ചു പറ, സഹിക്കാൻ കഴിയാത്ത ഇന്ന് പകലത്തെ പ്രതിസന്ധിയെ എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്നു. സ്തോത്രം. മീൻകറി വെക്കാൻ അറിയാവുന്ന പുരുഷന്മാരൊന്ന് കരമുയർത്തിക്കേ എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ പല പുരുഷന്മാരും കരമുയർത്തി. സഹോദരിമാർക്ക് മീൻകറി വെക്കാൻ അറിയാം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, മീൻകറിക്കകത്ത് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, എന്തൊക്കെ സാധനങ്ങളാ ചേരുവ, എന്തൊക്കെയുണ്ട്? വെളുത്തുള്ളിയുണ്ട് അല്ലേ, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ഒഴിവാക്കാൻ ഒക്കില്ലല്ലോ, മുളക് പൊടിയുണ്ട്, സ്തോത്രം, കരിയേപ്പലയുണ്ട്, അതും അതിനകത്തുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെളുത്തുള്ളി തന്നെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതിന് രുചികരമാണോ? ഇഞ്ചി തന്നെ വായിലിട്ട് ചവച്ചരച്ച് രുചിച്ച് കഴിക്കാൻ പറ്റുമോ? സ്തോത്രം. മുളക് പൊടി തന്നെ 1 കിലോ മുളക് പൊടി വായിലെടുത്ത് നുണയുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? സ്തോത്രം. അത് അതിൽ തന്നെ ഘ്രാണരസമുള്ളതാണ്. എന്നാൽ ഇതെല്ലാം കൂടെ കൃത്യ അനുപാതത്തിൽ ചേർന്ന് മീൻ കഷണങ്ങളോടൊപ്പം കുറുകി തിളച്ച് കുഴയുന്ന ചാറായി വരുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന മട്ടിൽ മീൻകറിയായി രൂപപ്പെടുന്നത് പോലെ ഇന്ന് നീ അനുഭവിക്കുന്ന പരിശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടെ ഇരുന്ന് നിരാശ കൊണ്ട് തലകുമ്പിട്ടിരിക്കുകയല്ല, ധൈര്യത്തോടെ കരമടിച്ച് ആരാധിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പരിശോധന എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല. വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ, ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്ന ദൈവ തേജസ്സിന്റെ മുൻപിൽ ചില ഭക്തന്മാരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ശക്തമായി ഇടപെടുന്നു. നീ കടന്നു പോകുന്ന പരിശോധന നിനക്ക് തിന്മയ്ക്കല്ല, നിനക്ക് തിന്മയ്ക്കല്ല. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും.
ഹബ്ദൽ ഘടകനാധികജകൾ ഘടകരൗദരാധികജകൾ ഘടകരാധികരയാരകനക. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ചില വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരം, ദൈവ തേജസ്സിന്റെ വ്യാപാരം ഇറങ്ങിച്ചെല്ലുകയാണ്. പരിശുദ്ധാത്മാവ് വെറുതെയല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ പകർന്നിട്ടില്ലാത്തൊരു ദൈവാഭിഷേകം നിന്റെ സിരകളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ പ്രവഹിക്കുന്ന ദൈവ തേജസ്സിനാൽ പ്രാർത്ഥിക്കുന്ന നിന്നെ കരുത്തോടെ എഴുന്നേൽപ്പിക്കാൻ ഒരു പുത്തൻ കരുത്ത് ദൈവാത്മാവ് ഇന്ന് പകൽ നിന്റെ മേൽ പകരുകയാണ്. നീ ഇന്ന് പകൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനകൾക്കകത്ത് ഓ ദൈവത്തിന് മഹത്വം, ദൈവകരം ചലിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, ഇതെന്റെ തിന്മയ്ക്കല്ല, ഇതെന്റെ തിന്മയ്ക്കല്ല, ഇതെന്റെ തിന്മയ്ക്കല്ല. ദൈവത്തിന് മഹത്വം. ലൗകികൻ അനുഭവിക്കുന്ന പരിശോധനകളെ ദുരന്തമായി കാണുമ്പോൾ ആത്മീയൻ അഭിമുഖീകരിക്കുന്ന പരിശോധനകളെ എന്റെ ദൈവത്തിന്റെ സംഭാവനയായി കാണുന്നു. എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അറിയാതല്ല ഇതെനിക്ക് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ കാണാൻ എന്റെ കണ്ണ് തുറക്കണം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ആരാധനയ്ക്കകത്ത് ആത്മാവിൽ പറയട്ടെ, ഇത് തിന്മയ്ക്കല്ല, ഇത് തിന്മയ്ക്കല്ല. കൂടപ്പിറപ്പേ, ഇത് തിന്മയ്ക്കല്ല. ആവർത്തിച്ചു പറയാൻ ഈ പുൽപിറ്റിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് തിന്മയ്ക്കല്ല, ഇത് തിന്മയ്ക്കല്ല, ഇത് തിന്മയ്ക്കല്ല. ഇതിന്റെ പുറകിൽ ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട്. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിന് ആത്മാവ് ഈ പുൽപ്പിറ്റിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരാണ് വലുതെങ്കിലും നീ ഒഴുക്കിയ കണ്ണുനീരിനെ നിത്യതയിൽ നിന്റെ തലയിലെ പ്രതിഫല കിരീടമാക്കി മാറ്റുന്ന ഒരു കരുത്തെ ഞാൻ ആത്മാവിൽ കാണുന്നു. രക്തത്താൽ ജയം. നീ അനുഭവിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരാണ് വലുതെങ്കിലും നീ ഒഴുക്കിയ കണ്ണുനീരിനെ നിത്യതയിൽ നിന്നെ പ്രതിഫലമാക്കി മാറ്റുന്ന ഒരു കരത്തെ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് പകൽ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാ പൂക്കളെക്കാൾ സഹിക്കുന്ന മുള്ളുകളെ ഓർത്ത് എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, എന്റെ പരിശോധനയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കത്രയും. ഗ്ലോറി, ഹല്ലേലൂയ. കരങ്ങളത് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയർത്തി വാ തുറന്ന് സ്വയം ഒന്ന് പറയാമോ, ഇത് തിന്മയ്ക്കല്ല. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. സ്ഫുടമായ ഭാഷയിൽ വ്യക്തമായ ശബ്ദത്തോടെ ആ രണ്ട് കൈകളും ഉയർത്താമെങ്കിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ വിളിച്ചു പറ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന പരിശോധന എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണെങ്കിലും ഇത് തിന്മയ്ക്കല്ല. ദൈവത്തിന് സ്തോത്രം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നീരൂ നീര പാംവാഴിയോ നീണ്ട നാട് യോ കൂറുതോ നേരു നീര പാംവാഴിയോ നീണ്ട നാട് യോ കൂറുതോ പാരം കാരൻ ഓടുന്നതോ പാരീതിയിലും ഭാഗ്യങ്ങളോ നിന്റെ അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശം എന്തു നീ കൽപ്പിച്ചിടുന്നു എല്ലാമെനീ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ഭക്തനായ മോശവത്സലം എഴുതിയത് എപ്പോഴാണെന്നറിയാമോ? ബഹുനില ബംഗ്ലാവിലെ ആന്തോളനമാടുന്ന ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് എഴുതിയതല്ല. മൂത്ത കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്ന് പാടിയതാണ്.
സഹിക്കാൻ കഴിയാത്ത ശോധനകളാണ് അനുഭവിക്കുന്നതെങ്കിലും എൻ്റെ അപ്പച്ചൻ അറിയാതെ ഒന്നും എന്നിൽ സംഭവിക്കില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകലിരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം. എൻ്റെ അപ്പച്ചൻ്റെ മുന്നറിവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ, എൻ്റെ തേജസ്കരണം വരെ പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടാണ് എൻ്റെ നിത്യത എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, നിന്റെ ശോധനയുടെ പുറകിൽ നിനക്കൊരു കരം ഉയർന്നു നിൽക്കുന്നു. അത് തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായം എന്റെ ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാൻ ഇന്ന് പകൽ ചോദിക്കട്ടെ, സുഖലോലുപതയുടെ പശ്ചാത്തലത്തിൽ ഈ സഭയുടെ ഭാഗമായ എത്ര പേര് ഇതിനകത്തുണ്ട് എന്ന് ഒരു കണക്കെടുത്താൽ 99.75 പച്ച മലയാളത്തിൽ ശാകാണി മുണ്ടാണി എന്നൊക്കെ പറയും. സ്തോത്രം. വന്നിട്ടുള്ളതും പരിശോധനയ്ക്കകത്തുനിന്നാണ്. പരിശോധനയ്ക്കകത്ത് നിന്നാണ് നീ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെങ്കിൽ, എന്നും പരിശോധന എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ അപ്പച്ചൻ അറിയാതല്ല അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ഈ പരിശോധനയെ കുറിച്ച് തിരശീലയ്ക്ക് പുറകിലൊരു പ്ലാനുണ്ട്. അവിടുന്ന് അറിയാതല്ല എനിക്കിത് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ കരം ചലിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ദാവീദിന്റെ കഷ്ടതയായിരുന്നുവോ, ശലോമോന്റെ സമൃദ്ധിയായിരുന്നുവോ അനുഗ്രഹം എന്ന് പറഞ്ഞേ? ശ്രദ്ധിച്ചേ, ദാവീദിന്റെ കഷ്ടതയായിരുന്നു, ശലോമോന്റെ സമൃദ്ധിയായിരുന്നു അനുഗ്രഹം? ഒരു കാര്യം ഓർക്കുക, ശലോമോന്റെ സമൃദ്ധിക്കകത്ത് സാത്താൻ കരുതി വെച്ച കണികൾ ഉണ്ടായിരുന്നു. പള്ളി പണിതിട്ടും വിശുദ്ധന്മാരുടെ പട്ടികയിലില്ലാതെ അവൻ കൈവിടപ്പെട്ടു പോയി. എന്നാൽ എൻ്റെ കുടലിന് നടുവേ ഉരുകിയിരിക്കുന്നു, എൻ്റെ അസ്ഥി ഓട്ട് കഷണം പോലെ ആയിരിക്കുന്നു, എൻ്റെ നാക്കണ്ണാക്കോട് പറ്റുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞ് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. കഷ്ടതയ്ക്ക് നടുവിൽ ഉയർന്ന ദാവീദേ, നിന്റെ പരിശോധനയുടെ നാളുകളിൽ നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാണ് നിന്നെ നിത്യതയിൽ നിർത്താൻ ശക്തമായതെങ്കിൽ, ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം എനിക്ക് ചലിക്കുന്നുണ്ട്. അത് തിന്മയ്ക്കല്ല, അതെന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ഇനിയും നിങ്ങൾ വേദപുസ്തകത്തിലെ ഭക്തന്മാരിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്ന് പറയുന്ന പല ആളുകളുടെ സങ്കല്പങ്ങളും ആത്മീയ ശുശ്രൂഷയിൽ തിരുവചനാനുസരണം യാഥാർത്ഥ്യമാണോ എന്നതാണ് പെട്ടെന്നൊന്ന് ചിന്തിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്തിലേക്ക് തന്നെ എന്നോടൊപ്പം വരണം. വിശുദ്ധ വേദപുസ്തകത്തിലെ പഞ്ചഗ്രന്ഥങ്ങളുടെ കർത്താവായ മോശ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാദൈവത്തെ മനുഷ്യകുലത്തിൽ നിന്നും പച്ച കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആദാം കഴിഞ്ഞാൽ പിന്നെ മോശയാണ്. സ്തോത്രം. സർവശക്തനായ ദൈവം കരുത്തുറ്റ കരങ്കുലികകളിൽ കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി ഉണ്ടായ ആദമിന്റെ മൺബൊമ്മയിൽ ശ്വാസം വീണപ്പോൾ കൺ തുറന്ന് ആദ്യം കണ്ണിമ തുറന്ന് കണ്ടത് ദൈവത്തെയാണ്. സന്ധ്യാസമയത്ത് ഇറങ്ങി വരികയും പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യത്തക്ക വിധം ഏദനിലെ കൂട്ടായ്മയിൽ കൺകുളിർക്ക ദൈവത്തെ കണ്ടു. അതിനുശേഷം സ്തോത്രം, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും എന്ന വെളിപ്പാടിലെ പ്രമേയം വരെ മനുഷ്യകുലത്തിന് അഭാഗ്യമില്ല. എന്നാൽ മേഘം അന്ധതമസ്, തീ കത്തിക്കാളുന്ന തീക്കകത്ത് മഹാദൈവത്തെ കാണാൻ മോശയ്ക്ക് അവസരം കിട്ടി. ഒരു കാട്ടുവടി നീട്ടി കടൽ രണ്ടായി മുറിച്ചു. സ്തോത്രം. ഇത്രമാത്രം അത്ഭുതങ്ങളാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മോശ ഒരു ദിവസം പർവ്വതത്തിന് മുകളിൽ ചെന്നിട്ട് കവിണങ്ങ് വീണതിന് ശേഷം പറയുകയാണ്, എന്നെ കൊന്നുകളയണേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, മുമ്പേ ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരായിരിക്കും നിത്യ
നിത്യതയിൽ നിനക്ക് പ്രതിഫലത്തിന് കാരണമാകുന്നതെങ്കിൽ നീ സഹിക്കുന്ന ശോധനയുടെ പുറകിൽ ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ വിശേഷ വ്യാപാരം നിന്റെ ശിരസിന്മേൽ ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട് എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ഉറപ്പോടെ പറയുമ്പോൾ ഈ പ്രതിസന്ധി സഹിക്കാനുള്ള ദൈവകൃപ എൻ്റെ ദൈവമേ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. മനസ്സിലെ വല്ലാതെ ഉലച്ച് ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ പ്രേരണ നൽകി നിന്റെ കണ്ണുകൾ നനയുമ്പോൾ ഞാൻ സമൂഹത്തിൽ ഒരു ശാപഗ്രസ്തയായി പോയി, എൻ്റെ ഈ പാഴ് ജന്മം എന്തിനെന്ന് നിന്നോട് തന്നെ നിന്റെ മനസാക്ഷി സംസാരിക്കത്തക്ക വിധം ഒരു ഹാലൂസിനേഷന്റെ ബന്ധനത്തിലേക്ക് സാത്താൻ നിന്നെ വലിച്ചഴയ്ക്കുമ്പോൾ അതിന് നേരെ ബലപ്പെടത്തക്ക വിധം ഈ വചനത്തിന്റെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. വിശുദ്ധന്മാരെല്ലാവരും കടന്നുപോയ പാത കഷ്ടതയുടെ പാതയായിരുന്നെങ്കിൽ ഇന്ന് പകൽ നീ കടന്നു പോകുന്ന പാതയ്ക്ക് നടുവിൽ എൻ്റെ ദൈവത്തിന്റെ ബലമുള്ള കരം നിനക്ക് വേണ്ടി ചലിക്കയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇത് ആക്സിഡന്റ് അല്ല, സർവശക്തൻ തിരശീലയ്ക്ക് പുറകിൽ കരുതി വച്ചിരിക്കുന്ന ഈ പദ്ധതികൾ നിന്നെ കൊണ്ട് നിവർത്തിക്കേണ്ടതിന് ഈ പരിശോധന അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് പുറകിൽ ദൈവത്തിന് പ്ലാനുണ്ട്. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് വിളിച്ചു പറ, ഈ ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകത്തിലെ ഭക്തരായ കർത്തൃദാസൻ ഇരമ്യാവ്, എടുത്തു വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചു പറയാം. അയ്യോ, എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് സ്തോത്രം, മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറയുക. അടുത്ത പ്രയോഗമാണ് ചങ്ക് തകർക്കുന്നത്. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ഇതാരാ പറയുന്നേ? നിങ്ങൾ ഓർക്കണം, കാലഘട്ടങ്ങളുടെ കരുത്തുറ്റ പ്രവാചകൻ അനാഥോത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും നിയോഗമേറ്റെടുത്ത അഭിഷിക്തൻ പറയുകയാണ്, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ഉയർന്നോ? എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചോ? രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ഉയർന്നോ? എങ്കിൽ നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് ഇന്ന് പകൽ പ്രവചന നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ നീ വിളിച്ചു പറയും, ഈ കഷ്ടതയുടെ പേരാണ് തങ്ക കഷ്ടത. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച് കഷ്ടത വിളിച്ചു വരുത്തണം എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ അപ്പച്ചൻ ഇന്നലകളിൽ അനുഭവിച്ച ശോധനകളെ നോക്കി അത് ബന്ധനമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്താതെ എൻ്റെ ദൈവം അനുവദിച്ച ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിന്റെ പുറകിലെ ഉദ്ദേശം ഇന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഒരു ദിവസം നിത്യതയുടെ തീരത്തെത്തുമ്പോൾ എൻ്റെ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കി തരും ഈ ശോധനയുടെ പുറകിലെ ഉദ്ദേശം എന്താണെന്ന്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആത്മനിയോഗത്താൽ ഈ പുൾപിറ്റിൽ നിന്ന് ചില വ്യക്തികളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, അസാധാരണമായി സംഭവിച്ചിരിക്കുന്ന ചില പരിശോധനകൾ കുടുംബത്തിനെതിരെ കൊടുങ്കാറ്റ് പോലെ ഉയരുമ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ടുകൊള്ളുക. ഇന്ന് നിന്നെ വഴിതിരിച്ചു വിടാൻ ഈ ശോധന അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിലും നാളെ നിന്റെ ഭാവിക്ക് മുൻപിലുള്ള പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ തിരശീലയുടെ പുറകിലെ പ്ലാൻ നടക്കണമെങ്കിൽ ഈ ശോധന നിന്നിൽ അനുവദിക്കപ്പെടണം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ നിന്റെ തകർച്ച കാണാൻ, നിന്റെ തല കുനിച്ചുള്ള നിരിപ്പ് കാണാൻ കാത്തു നിൽക്കുന്ന പൈശാചിക താവളങ്ങൾ കാണെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ആത്മാവിൽ പറയണം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ദൈവകരം കണ്ട് ഞാൻ ശബ്ദം ഉയർത്തി എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ ഒരു പ്രാന്തിയെ പോലെ തല കുനിച്ച് തലമുടി അഴിച്ചിട്ട് ഇവിടെ നിരാശപ്പെട്ടു പോകില്ല. ഞാൻ ഉറപ്പിച്ചു പറയും, എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ഗ്ലോറി. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് ശക്തമായി നിയോഗം തരുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ,
ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഒരു മനുഷ്യൻ തകരാവുന്നതിൻ്റെ പരമാവധി തകരുന്ന സാഹചര്യത്തിൽ വായിലൂടെ തുപ്പലും ഈളയും ഒലിപ്പിച്ച് രാജകൊട്ടാരത്തിലെ പടികളിൽ വരച്ച് ഭ്രാന്തനെന്ന് മുദ്രകുത്തി പുറത്താക്കപ്പെട്ട ദാവീദിൻ്റെ താഴ്ചയുടെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. ഒടുവിൽ അവൻ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ പാലായനം ചെയ്തതാണ്. ആ പാലായനത്തിന് നടുവിൽ സിഗ്ലാഗിൽ വന്ന് നോക്കിയപ്പോൾ അവനുള്ള സകലത്തെയും ശത്രു അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ആ പ്രയോഗം എൻ്റെ പ്രിയപ്പെട്ടത് ചെവി തുറന്ന് കേൾക്കണേ. കരയുവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, കരയുവാൻ ബലമില്ലാതാകുവോളം കരയുന്ന ചില ജീവിത പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ ദൈവമായിട്ട് ഒരുക്കിയതാണ്. അത് ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും കിരീടാവകാശിയാകാതിരിക്കത്തക്ക വിധത്തിൽ നിന്റെ പുറകിൽ പോരാട്ടമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലോട് ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ചരിത്രം അറിയാവുന്ന നിങ്ങളുടെ മുൻപിൽ ഞാൻ ആ കാര്യം ചോദിക്കട്ടെ. സിഗ്ലാഗിൽ വന്നപ്പോൾ കരയുവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞ ദാവീദ് ഒരു പ്രത്യേക യാത്രയിൽ ബലഹീനനായ ഒരുവനെ കണ്ടുപിടിച്ചുകൊണ്ട് ആ പരിശയുടെ അടുക്കലേക്കുള്ള വഴി ചോദിക്കുന്ന സമയം ദൈവനിയോഗം ചോദിച്ച് പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചു വന്നപ്പോൾ അറിയുന്ന വാർത്ത എന്തെന്നറിയാമോ? വാർത്ത മറ്റൊന്നല്ല, ഗിൽബോവ പർവ്വതത്തിൽ ശൗലും മക്കളും നിഹതന്മാരായി വീണ് കിടക്കുന്ന കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിടിക്കപ്പെടൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തൊട്ടു പിൻപിൽ അവർ ഫെലിസ്ത്യനോടൊപ്പം ദാവീദ് കൂട്ടുകൂടി ഇസ്രയേൽ രാജാവിനെ കൊല്ലാൻ മുൻകൈയെടുത്തേനെയും. അങ്ങനെ ഒരു പദ്ധതി ഇവൻ ആസൂത്രണം ചെയ്താൽ ഒരിക്കൽ പോലും ദാവീദ് എന്ന ഒരുവന്റെ പേര് ഇസ്രയേൽ ചരിത്രത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു. ആ യുദ്ധത്തിൽ നിന്ന് നിന്നെ വഴിതിരിച്ചു വിട്ട് നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ചില കരച്ചിലുകൾ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, എനിക്ക് ഇതിന്റെ പുറകിലെ നന്മ എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ അപ്പച്ചൻ അറിയാതല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൻ അബ്രഹാം, സ്തോത്രം, അബ്രഹാം ഭാര്യയുടെ മരണാനന്തരവും അത് പുനർവിവാഹിതനായി മക്കൾക്ക് ജന്മം കൊടുത്തു. എന്നാൽ മകൻ ഇസഹാക്ക് അപ്പൻ്റെ പകുതി പ്രായം കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പ്രബലമായി. അവസാനം മക്കൾ അടുത്തു വരുമ്പോൾ ഗന്ധം കൊണ്ടല്ലാതെ തപ്പിനോക്കൽ കൊണ്ടല്ലാതെ സ്വന്തം തലമുറയെ തിരിച്ചറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നു. എന്തിനാണ് ദൈവമേ ഈ ദുരന്തം അനുവദിച്ചത്? പരിശുദ്ധാത്മാവ് പറയുന്ന നിയോഗം ചെവി തുറന്ന് കേട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കേ, നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2 മക്കളാണ്. അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടവനാണ്. എന്നാൽ നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ രക്തത്തിന്റെ പാതി ഭാഗമായ മൂത്തവനിലേക്ക് അനുഗ്രഹം പോകും, അവന്റെ തലയിൽ കൈവീഴും. എന്നാൽ ദൈവം നിന്റെ കണ്ണിന്റെ കാഴ്ച മറച്ചാൽ, നിന്റെ കാഴ്ച മറയുന്ന വൈകല്യത്താൽ ഇളയവന്റെ തലയിൽ അനുഗ്രഹം ചൊല്ലും. നിന്റെ കുടുംബത്തിനകത്ത് നടക്കേണ്ട ചില കാര്യങ്ങൾ എൻ്റെ ദൈവം തിരശീലയുടെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നടക്കണമെങ്കിൽ ഈ അന്ധത ദൈവം അനുവദിച്ചേ പറ്റൂ. ചില വ്യക്തികളെ വിരൽ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നു, സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ മറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ വിളിച്ചു പറയണം, ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് ലൂസിഫറിന്റെ കരമല്ല, എൻ്റെ ദൈവത്തിന്റെ നിർണയത്തിന്റെ കരം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, സ്തോത്രം. 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി പുറത്തു പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്തു പറയും? മുടിഞ്ഞു, ഇനിയും തലപൊക്കില്ല എന്ന് ഉറപ്പായി പറയും. പലപ്പോഴും ശവമടക്കുകൾ ആവർത്തിച്ച് നടക്കണം. മുമ്പേ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ സ്നേഹിതൻ, എൻ്റെ സെൻറ്ററിലെ ഒരു ദൈവഭൃത്യൻ കഴിഞ്ഞ ദിവസം അത് എയർപോർട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയത് കൊണ്ട് പ്രിയ സണ്ണി പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം, ആക്സിഡൻറ്റിൽ മരിച്ച ഡെഡ് ബോഡി മോർച്ചറിയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് മുൻപുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെട്ടിട്ടാണ് ഞാനിവിടെ തിരിച്ചു വരുവാനായിട്ട്, ഇവിടെ യാത്ര ചെയ്യുവാനായിട്ടൊക്കെ ഇടയായത്. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഇത്തരം ചില രംഗങ്ങളിൽ വല്ലാതെ തകർന്നു പോകും. കാരണം
സാധാരണ നിലയിൽ ശവമടക്ക് നടക്കുമ്പോൾ ഉള്ളു തേങ്ങുന്ന ചില പ്രത്യേക ശവമടക്കുകളുണ്ട്. വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ ശവമടക്കിൽ അത്രയും തോന്നുകയില്ലെങ്കിലും നിരന്തരമായി ശുശ്രൂഷ നടത്തേണ്ട രംഗം വരുമ്പോൾ യൗവനക്കാരായ ആളുകളാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി മുൻപിലുള്ളവരാണെങ്കിൽ, ആ സഹോദരി പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറിക്കരയുന്ന ഒരു രംഗമുണ്ട്. പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമായി ശവമടക്ക് നടത്താൻ ഡെഡ് ബോഡി കല്ലറയ്ക്കൽ കൊണ്ടുവന്നിട്ട് പരിശുദ്ധ തൃത്വം ഉദ്ധരിച്ച് മണ്ണിടുന്ന ഒരു പ്രത്യേക പ്രക്രിയ രംഗമുണ്ട്. ആ സമയത്ത് പവിത്ര തൃത്വം ഉദ്ധരിച്ച് മണ്ണ് ഇടുന്ന സമയം ആ മുഖം മൂടാൻ പറയുന്നതിന് തൊട്ട് മുൻപുള്ള അന്തരീക്ഷത്തിൽ ദൈവത്തിന് സ്തോത്രം, ആ സഹോദരി അലറിക്കരയുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രതിഭാസം, ഈ സഹോദരിമാര് ആ സമയത്ത് യൗവനക്കാരാണെങ്കിൽ അവരുടെ പെൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഒരാൺതരി ആ വീട്ടിലുണ്ടെങ്കിൽ ആ ആൺകുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അമ്മ വല്ലാതെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ട് ഉള്ളു തേങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രമെന്ന് പിന്നീട് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പറയാം. സ്തോത്രം, എന്താ പെൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയാതെ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് അമ്മ കരയുന്നതെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മോനെ, എൻ്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാണ്, എന്നാൽ ഞാൻ അനാഥയല്ല, എന്നെ നോക്കാൻ നീ എനിക്ക് വേണ്ടിയുണ്ട്. ഇതാണ് ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നതിൻ്റെ പുറകിലെ മനഃശാസ്ത്രം. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ഭർത്താവ് പോയി, ആ സാധു സ്ത്രീ നവോമി വിധവയായി, അതിന് തൊട്ടു പുറകെ അനാഥത്വമില്ലാതിരിക്കും രണ്ടാൺകുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയുടെ കല്ലറയ്ക്കലേക്ക് പോയപ്പോ നാട്ടുകാർ പറഞ്ഞു, തീർന്നു, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല. അവൾ വിധവ മാത്രമല്ല, അവൾ അനാഥ കൂടെയാണ്. വിധവത്വവും അനാഥത്വവും ഒരുപോലെ പിടിമുറുക്കിയ ഒരു വീട്ടിൽ നിന്നും ഇനിയും ഒരു തല ഉയരും എന്ന് പ്രതീക്ഷയില്ലെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ദാവീദിന്റെ വല്യപ്പച്ചനെ രംഗത്ത് കൊണ്ടുവന്ന് യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കത്തക്ക വിധം ആ കുടുംബത്തെ പണിത ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവെങ്കിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത തകർച്ച നിന്റെ കുടുംബത്തിൽ സംഭവിച്ചാലും എൻ്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന് ഈ പുൾപിറ്റിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പകൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ആത്മാവിൽ ദൂത് പറയുന്നു, അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഇത് നിനക്ക് തിന്മയ്ക്കല്ല, ഇത് നിനക്ക് നന്മയ്ക്കാണ്. എൻ്റെ ദൈവത്തിന്റെ ബലമുള്ള കരം അതിന് അനുകൂലമായിട്ട് ഉയരുകയാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയർത്തി യേശു നല്ലവൻ എന്നൊന്ന് പറയാമോ? ശബ്ദമുയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഒരു ധ്യാനമുണ്ട്. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ആ ധ്യാനത്തിന്റെ ശക്തി ഉയരുകയാണ്. നിന്റെ ഭവനത്തിൽ സംഭവിച്ച ആ തകർച്ച, ആ മന്ത്രവാദത്തിന്റെ ആ കഥ ഏറ്റുമുട്ടലാണെന്ന്, നിന്റെ കുടുംബത്തിൽ സംഭവിച്ച ആ പ്രതിസന്ധി നിന്റെ കുടുംബ ശാപത്തിന്റെ ഭാഗമാണെന്ന്, നിന്റെ ഭവനത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ ഘോര യുദ്ധം, നിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ചിരിക്കുന്ന ആ വിഷയം നിന്റെ കുടുംബത്തിന്മേൽ തലമുറകളായി നിൽക്കുന്ന ശാപത്തിന്റെ ഭാഗമാണെന്ന് നിന്റെ ചെവിയിൽ മന്ത്രിക്കാൻ പാതാള ശക്തികൾ ശ്രമിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവിന്റെ ബലമുള്ള കരം ചില വ്യക്തികളെ തൊടുന്ന സമയമാണ്. നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് നിനക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും കഴിയാതെ ഒറ്റപ്പെട്ടിരുന്ന് ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിഷ്കളങ്കമായി നിന്റെ ജീവിതത്തെ പറിച്ചു കീറിയവരോട് വല്ലാത്ത പക നിറഞ്ഞ മനസ്സോടെ നീ ദൈവസന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശിരസിന്മേൽ കൈവച്ച് ഈ യോഗത്തിന് നടുവിൽ ഒരു ആലോചന വിളിച്ചു പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിത്യതയുടെ തീരത്ത് ഒരു ദിവസം ഒളിമങ്ങാത്ത തേജസ്സിൽ നീ എത്തിച്ചേരുന്ന സമയം നിന്നിൽ വെളിപ്പെടേണ്ട തിളക്കത്തിന് വേണ്ടി എൻ്റെ ദൈവം നിന്നെ കടത്തിവിടുന്ന ശോധനയാണ് ഈ അഗ്നിശോധന എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി പറയണം, ഇത് പിശാചിന്റെ ജയമല്ല, ഇത് കൂടോത്രത്തിന്റെ ജയമല്ല, എൻ്റെ അപ്പച്ചൻ അറിയാതല്ല എനിക്കിത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇതെനിക്ക് തിന്മയ്ക്കല്ല, ഇതെന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്ക് തന്നെ ചെയ്യും. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ,
എല്ലാ മക്കളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോൾ എസ്തേർ മാത്രം എന്തുകൊണ്ടാണ് ബാല്യത്തിൽ അനാഥയായത്? ഇനിയും ആൺകുഞ്ഞുങ്ങൾ അനാഥരായാൽ സാരമില്ല, പെൺകുഞ്ഞുങ്ങൾ അനാഥരായാൽ മറ്റൊരാളിൻ്റെ കൈകളിൽ എൻ്റെ കുഞ്ഞ് ചെന്ന് പെടും എന്നോർത്താൽ ആ മാതാപിതാക്കളുടെ ഹൃദയവേദന എത്ര വലുതായിരിക്കും. നിങ്ങളെന്നാൽ ഓർത്തോ, എസ്തേറി, നീ അനാഥയാണെങ്കിലും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ നിന്റെ ഭാവിയെക്കുറിച്ചുണ്ട്. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിൽ ചെല്ലൂ. അവൻ്റെ പരിചരണയിൽ എത്തിയെങ്കിലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. അതുകൊണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. അത് നിന്റെ തിന്മയ്ക്കല്ല. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ നീ ശിരസ് ഉയർത്തി വിളിച്ചു പറയും, എൻ്റെ അപ്പച്ചൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇതിനകത്ത് ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന് ആത്മാവ് ശക്തമായ നിയോഗം പറയുന്നു. സഹിക്കാൻ കഴിയാത്ത ചില അനാഥത്വങ്ങൾ ജീവിതത്തിനെതിരെ ഉയരുമ്പോഴും ഇതിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ഉയർന്നു നിൽക്കുന്നു. ഈ ലോകക്കാരന്റെ തകർച്ച പോലല്ല നിന്റെ തകർച്ച. വിളിച്ചു പറയണം, എൻ്റെ അപ്പച്ചൻ എനിക്ക് നന്മയ്ക്കായി ചെയ്തിരിക്കുന്നു. ഞാൻ പറയാം, ശോധനയ്ക്ക് നടുവിലൂടെ കടന്നു പോകുന്ന സമയത്ത് സാധാരണക്കാർ മദ്യത്തിൽ ആശ്രയിക്കും. മദ്യത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ചോദിക്കണം അവൻ്റെ ജീവിതാനുഭവം. ഒരിക്കൽ മദ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മദ്യപാനി അതേ പറഞ്ഞ വാക്കുകൾ ഒരു പിക്ചറായി വന്നതാ. മദ്യക്കുപ്പിയോട് മദ്യപാനി പറയുക, മദ്യമേ, എനിക്ക് നിന്നോട് അടിമുടി വെറുപ്പാണ്. എൻ്റെ നഖം മുതൽ തലമുടി വരെ ഞാൻ നിന്നെ വെറുക്കുന്നു. നീ എന്നെ നശിപ്പിക്കുമെന്നും എന്നെ കൊണ്ടേ നീ പോകത്തുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ നീ ഇല്ലാതെ ഒരു മണിക്കൂർ പോലും കഴിയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നീ ചെല്ലുമ്പോഴുള്ള സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ. മനസ്സിലായോ? പലരുടെയും ജീവിതത്തിൽ ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങൾ അവരുടെ നടുവിൽ പ്രതിസന്ധികളിൽ ആശ്രയിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, 35ാമത്തെ അമേരിക്കൻ വൈറ്റ് ഹൗസ് പ്രഥമ വനിതയോട് രാവിലെ പത്രക്കാർ ചോദിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു? അവൾ പറഞ്ഞു, ലോകത്തിലേക്ക് ഏറ്റവും സൗഭാഗ്യ വനിത ഞാനാണ്. വൈകിട്ട് വെടിയേറ്റ് കഴിഞ്ഞ് ഡാളസിൽ വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, എങ്ങനെയുണ്ട് ജാക്വിലിൻ ആയുസ് ജീവിതത്തെ കുറിച്ച്? അവൾ അലമുറയിട്ടുകൊണ്ട് പറഞ്ഞു, എന്നെ പോലൊരു ദൗർഭാഗ്യശാലി ലോകം കണ്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, രാവിലത്തെ ഭാഗ്യശാലി വൈകിട്ടത്തെ ദൗർഭാഗ്യശാലി ആകുമ്പോൾ എൻ്റെ അപ്പച്ചനറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ആ നിരാശയുടെ ബന്ധനത്തെ ഞാൻ ആത്മാവിൽ അഴിച്ചു മാറ്റുന്നു. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില വ്യക്തികളുടെ മനസ്സിനെ വല്ലാതെ ആളിപ്പിടിച്ചിരിക്കുന്ന നിരാശയുടെ ബന്ധനത്തെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് അഴിക്കാൻ തുടങ്ങുകയാണ്. ഗ്ലോറി 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 ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉയരണം. അടുത്തും എതിർത്തും ഒന്നോ ഇരിക്കുന്നവരെ ഓർക്കണ്ട. പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ ഇതിനകത്ത് ചെയ്യുകയാണ്. ഇനിയുമുള്ള ചില മിനിറ്റുകൾ ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ മിനിറ്റുകളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തികളെ ആഴത്തിൽ തൊടുകയാണ്. സഹിക്കാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധികളിലൂടെ ജീവിതത്തെ കൈപ്പാക്കി മാറ്റിയിട്ട് നിന്റെ വാഗ്ദത്വം പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ് രാത്രിയുടെ ഏകാന്തതകളിൽ ക്ലോക്കിന്റെ ടിക് സൗണ്ട് കേട്ടുകൊണ്ട് പോലും ഉറക്കമില്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതിന് ശേഷം വല്ലതും കഴിച്ച് വീണ്ടും കിടക്കുന്ന, പ്രഭാതത്തിൽ ഉറക്കച്ചടവോടെ ഉണരുന്ന നിന്റെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ആ നിരാശയുടെ നീരാളിപ്പിടുത്തത്തെ ഇന്ന് പകൽ വചനത്തിന്റെ വ്യാപാര ശക്തി വ്യാപരിക്കുന്ന വേളയിൽ എൻ്റെ ദൈവത്തിന്റെ കരം കൈകാര്യം ചെയ്യുന്നു. ഒരു അസാധാരണ ദൈവാഭിഷേകം നിന്റെ ശിരസിന്മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ഇവിടെ നീ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. നിന്റെ വൈദ്യശാസ്ത്ര ചികിത്സാ വിധികളെ തട്ടി തകർത്തുകൊണ്ട് ഒരു അസാധാരണ ദൈവ നിയോഗം പരിശുദ്ധാത്മാവ് നിന്റെ മനസ്സിന്റെ തലത്തിന്മേൽ പകരുന്നു. ഒരു മനോധൈര്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. എല്ലാം നന്മയ്ക്കായി. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിക്കണേ.
വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ശാരീരികമായും ഈ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകാത്ത ഒരു ഭക്തനുമില്ല. ഏത് ഭക്തനും കടന്നു പോകും. സ്തോത്രം. ശാരീരികമായും മാനസികമായും അസാധാരണ കരുത്തൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദൈവഭക്തനാണ് ഏലിയാവ്. മാനസികമായി കരുത്തുണ്ടായിരുന്നോ? വേട്ടപ്പട്ടികൾ പോലെ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കയറി ചെന്നിട്ട്, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് വിളിച്ചു പറയാൻ ദൈവത്തിൻ്റെ ദാസൻ ഏലിയാവിൽ വ്യാപരിച്ച കരുത്ത് അസാധാരണ മനോബലമാണ്. നിങ്ങൾക്കറിയാമോ, യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് യാഗത്തെ മുഴുവൻ നിറച്ചതിന് ശേഷം, സ്തോത്രം, ശക്തമായ വിധത്തിൽ പ്രാർത്ഥിച്ച് ആകാശത്ത് നിന്ന് പാളി തീയിറക്കിയതിന് ശേഷം ആഹാബിനോട് പറയുന്നു, രഥം പൂട്ടി ഓടിക്കൊള്ളുക, പെരുമഴ വരുന്നു. എന്നിട്ട് അവൻ കുനിഞ്ഞു കുത്തിയിരുന്നില്ല. എഴുതിയിരിക്കുന്നത്, ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ മാരത്തേണോട്ടം എന്ന് പറഞ്ഞാൽ കുതിരകളെ പൂട്ടി ഓടുന്ന ഈജിപ്ഷ്യൻ പെൺകുതിരകളുടെ കാലുകളേക്കാൾ വേഗത ദൈവത്തിന്റെ ദാസൻ ഏലിയാവിന്റെ കാലുകൾക്ക് വരാൻ കാരണം അദ്ദേഹത്തിന്റെ ശാരീരിക കരുത്തുകൊണ്ട് തന്നെയാണ്. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മാനസികമായി കരുത്തനാണ്, ശാരീരികമായി കരുത്തനാണ്. എന്നാൽ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ കേട്ട ഒരു ഭീഷണി വാക്കിന്റെ മുൻപിൽ ചൂരച്ചെടിയുടെ തണലിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, മതി മതി മതി, ഇനിയും മുന്നോട്ട് പോകാൻ ബലം ഇല്ല, എന്നെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. ജീവനെ എടുത്ത് എന്നെ വിളിക്കണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ സഹോദരനോട് ചോദിക്കട്ടെ, ദാവീദിന്റെ മുൻപേ പറഞ്ഞ ഭാഷയിലെ ഒരു ജാതകം ഞാനിവിടെ ഒന്ന് വായിക്കാം. എന്താ ജാതകം? തിസ്ബിയുടെ മലങ്കാടുകൾക്കിടയിൽ പ്രാർത്ഥനാ നിരതനായി കഴിഞ്ഞതിന് ശേഷം ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലെത്തി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറഞ്ഞ് ആകാശം പൂട്ടിക്കെട്ടി താക്കോല് പോക്കറ്റിലിട്ടുകൊണ്ട് കെരീത്തിന്റെ കരയിൽ അത് കാക്കച്ചുണ്ടിൽ നിന്ന് സ്വർഗീയ ബോർമയിലെ ഭക്ഷണം കഴിച്ച് ദൈവനിർണയത്തിന്റെ സമയത്ത് സരേപ്തയിലെ വിധവയുടെ കലത്തിനകത്തും മാവിനകത്തും ഉറവകൾ തുറന്നു വെച്ച് അവളുടെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അത്ഭുതത്തോടുകൂടെ ശുശ്രൂഷ പൂർത്തിയാക്കി. കർമ്മേൽ കൊടുമുടിയിൽ പ്രാർത്ഥിച്ച് തീയിറക്കി ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കി യുദ്ധവീരനായി മാറി. ഒടുവിൽ, സ്തോത്രം, ആഹാബിന്റെ രാജരഥത്തിന് മുൻപിൽ കുതിരയേക്കാൾ മുൻപിൽ പാഞ്ഞ് ദൈവവാഗ്ദത്തത്തിന്റെ സമയത്ത് യോർദാന്റെ അങ്ങേക്കരയിലേക്ക് ഏലിശയുമായി ഒരുമിച്ച് നടന്നു നീങ്ങി സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അഗ്നി അശ്വരഥങ്ങളിൽ കയറിയിരുന്ന് മുകളിലേക്ക് പറന്നു കയറി ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്നും പറുദീസയിൽ പച്ചമാംസത്തിൽ ഒരുവനുണ്ടെങ്കിൽ അവനായി നിലകൊണ്ട് നസറേനായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ ധൈര്യപ്പെടുത്താൻ മറുരൂപമലയിലേക്ക് ഇറങ്ങി വന്ന് തിരിച്ചു കയറിപ്പോയി. എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ കാലത്ത് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് അവിടെ അത്ഭുതങ്ങൾ കാട്ടി. ഒടുവിൽ ദൈവപ്രവൃത്തി പ്രകാരം ആ നഗരവീഥിയിൽ നിന്ന് സകല വെബ്സൈറ്റുകൾ നോക്കി നിൽക്കെ കാലൂന്നി പറുദീസയിലേക്ക് മടങ്ങിപ്പോകത്തക്ക വിധം നിത്യത മുതൽ നിത്യത വരെ പ്ലാൻ ചെയ്ത ദൈവത്തിന്റെ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ദൈവാത്മാവിന്റെ പകൽ പറയുന്നു, കുടഞ്ഞു കളയുക നിരാശയെ. അസാധാരണ ദൈവശക്തി നിന്റെ മേൽ ഈ പകൽ വ്യാപരിക്കുന്നു. എന്റെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. സകല നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. സകല പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഒരു അസാധാരണ ആത്മബലം ഈ ആരാധനയ്ക്കകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവ് പകരുകയാണ്. ഇല്ല, നിന്നെ കൊണ്ട് ഇത് പൂർണ്ണമാക്കാൻ പറ്റില്ല. നിന്റെ വാഗ്ദത്തം നിന്നിൽ പൂർത്തിയാകില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തിൽ നടക്കില്ല. നിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ താളടിയാകും. നിങ്ങൾ അപമാനപാത്രമാകും. നിന്റെ അഭിമാനം തകരും. നിന്റെ മാന്യതയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടും. നീ പണിതുയർത്തിയതെല്ലാം നിമിഷ നേരം കൊണ്ട് നിലം പൊത്തും എന്ന് നിന്റെ കാതിൽ മന്ത്രിക്കുന്ന പാതാള ശക്തികളെ ആത്മാവിൽ തോൽപ്പിച്ചെറിഞ്ഞുകൊണ്ട് ഇതുവരെ വ്യാപരിക്കാത്ത ഒരു അസാധാരണ കരുത്ത് ഇതാ ദൈവശക്തിയായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന്റെ ശിരസിന്മേൽ എന്റെ ദൈവം കരുതി പകരുകയായി. യേശുവിൻ നാമത്തിൽ
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല കരങ്ങൾ രണ്ട് കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത വിധത്തിൽ മനസ്സ് വല്ലാതെ കലങ്ങിക്കൊണ്ടാണോ ഈ മീറ്റിങ്ങിൽ നീ കടന്നു വന്നിരിക്കുന്നത്? നിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുകയാണോ? ആ ഉയർന്ന കരങ്ങളോടെ യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയം കൈമാറിക്കൊണ്ട് ശക്തമായി ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന നിയോഗത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ ഒരു സാധാരണ കരമല്ല, അതൊരാശ്രയത്തിൻ്റെ കരങ്ങളാണ്. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് ഒന്ന് വാ തുറന്ന് വിളിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഏത് സംബന്ധിച്ച്? എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മേൽ എൻ്റെ ദൈവം ഒരു അനാദി നിർണയത്തിൻ്റെ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിനെ തകർക്കാൻ ലോകത്തിലെ ഒരു നരകീയ ശക്തികൾക്കും കഴിയുകയില്ല എന്ന ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പറയണം, ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയണ്ടു? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഓ, രക്തത്താൽ ജയം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടി സകലതും നിനക്ക് നൽകാതിരിക്കുമോ? രക്തത്താൽ ജയം. അതുകൊണ്ട് ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ സാധാരണ മനോബലം ചില വ്യക്തികളുടെ ശിരസിനകത്തേക്ക് ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരം ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി കർത്താവിനോട് പറയാം. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ കലങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഡിപ്രഷൻ്റെ ആത്മാവിനെ പോലെ മനസ്സിൽ വല്ലാത്ത ഭീതി ആധിപത്യം പുലർത്തുന്നുണ്ടോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുഭവിച്ച മുറിവുകൾ കൊണ്ട് സംശയം മനസ്സിൽ വല്ലാതെ ബലപ്പെട്ട് നിൽക്കുകയാണോ? ഓവറായിട്ടുള്ള വികാരങ്ങൾ പലപ്പോഴും ജീവിതത്തിന് പിടിച്ചടക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിൻ്റെ താളം തകർക്കുകയാണോ? ഇതാ തേജസ്സിൻ്റെ ഒരു കരം ഈ ഹോളിൽ ഇറങ്ങി വരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ നിന്നെ വ്യക്തിപരമായത് തൊടുകയാണ്. ഇതുവരെ പകരാത്ത ആത്മനിയോഗത്തിൻ്റെ ബലം നിന്റെ മനോമണ്ഡലത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുകയാണ്. ഈ യോഗത്തിൽ നിന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രതിയോഗിയുടെ കാര്യം ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ഈ ആരാധനയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നു, ദാവീദിന്റെ ജീവിതത്തിൽ മനസ്സ് വല്ലാതെ തളർന്നു. സ്വന്തം മകൻ തനിക്കെതിരെ കൂട്ടുകെട്ടുമായി നീങ്ങുമ്പോൾ ചിലരെ കൊട്ടാരത്തിലാക്കിയതിന് ശേഷം ഒലിവുമലയുടെ കയറ്റം കയറി കരഞ്ഞും കൊണ്ട് പോകുന്ന വേളയിൽ ഉള്ളു തകർന്ന് പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. മനസ്സ് വല്ലാതെ കലങ്ങുകയാണ്. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സതുപോലെ വല്ലാതെ കലങ്ങിക്കൊണ്ട് ചിലർ ഈ യോഗത്തിലുണ്ട്. എന്നാൽ നിന്റെ കവിൾത്തടങ്ങളിലൂടെ ഊറിയൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ എൻ്റെ ദൈവം കയ്യേറ്റ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിക്രിയ ആരംഭിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. അബ്ശാലോമേ, നീ യാത്ര ചെയ്യുന്ന കുതിര നിന്റെ ആരാച്ചാരായി മാറും.
നിന്റെ അഭിമാനമായ തലമുടി നിന്റെ തൂക്കുകയറായി മാറും. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകം നിന്റെ കഴുകുമരമായി മാറും. എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ ഇറങ്ങി ഇടപെടും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നീ ഇവിടെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ഒരു അസാധാരണ ഇടപെടൽ നടക്കാൻ തുടങ്ങുന്ന കാഴ്ച ആത്മദൃഷ്ടികൾ കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് ഒരു മാനസിക ബലം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഞാൻ നിങ്ങൾക്കായി ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പാസ്റ്ററെ, ഈ ദൂത് എനിക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇന്ന് വൈകിട്ട് പുനലൂരിനടുത്ത് അസംബ്ലീസ് ബോർഡിൻ്റെ കൺവെൻഷനിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടതുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ നിങ്ങൾ ചിലരോട് വ്യക്തിപരമായി ദൈവത്തിന് ആത്മാവ് ഇടപെടുന്നു. ഇത് നിന്റെ ഒടുവിലത്തെ അധ്യായമല്ല, ഇത് നിന്റെ ഒടുവിലത്തെ അധ്യായമല്ല. ഹായി പിടിച്ചു തീരുവോളം യോശുവയുടെ കുന്തമേന്തിയ കൈ പിൻവലിക്കാതിരുന്നത് പോലെയും അമാലിയക്ക് യുദ്ധം വിജയിക്കുവോളം മോശയുടെ കരം പർവ്വതത്തിൽ ഉയർന്നിരുന്നത് പോലെയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന നിനക്ക് വേണ്ടി ഒടുവിലത്തെ ജയം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഉറപ്പായി പറയണം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ വിഷയത്തിന് നടുവിൽ എൻ്റെ ദൈവം ഇടപെടാൻ പോകുന്നു. പാസ്റ്റർ, ഈ ദൂത് മനസ്സ് കലങ്ങിയ എനിക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അഭിഷിക്തന്മാരും ഇവിടെ നിന്ന് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത മണിക്കൂറുകളിൽ നിന്റെ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്ത ദൈവിക പ്രവർത്തികളുടെ വിടുതലുകൾ അടയാളത്തോടെ നീ കാണുന്ന ദിവസങ്ങളായിരിക്കും. ഈ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരു മന്ത്രോച്ചാരണം പോലെ പറയണം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന തിന്മയ്ക്കല്ല, ഒടുവിൽ എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി മാറ്റും. ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി പറഞ്ഞു, ഞാൻ ഈ അനുഭവിക്കുന്ന വേദന തിന്മയ്ക്കല്ല, എൻ്റെ ദൈവം എനിക്കിത് നന്മയ്ക്കാക്കി മാറ്റും. ഒരു അസാധാരണ ദൈവിക നടപടിക്രമം ഈ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കരയുന്ന നിന്റെ വിഷയത്തിൽ എൻ്റെ ദൈവം ആരംഭിക്കാൻ തുടങ്ങുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന ചോദ്യങ്ങളുടെ കരങ്ങളുടെ മേൽ ഉത്തരത്തിന്റെ തേജസ്സിന്റെ കരം ഇറങ്ങി പിടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി അടയാളത്തോടു കൂടിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ തന്നെ സംഭവിക്കട്ടെ.